ഒരു അലട്ടലും ഇല്ല. ഞങ്ങൾ പ്രഖ്യാപിച്ച പല കാര്യങ്ങളും ചെയ്ത്, ഒന്ന് രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച 100 വീടുകളുടെ പണം കൈമാറി. ഒന്ന് ലീഗ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. അപ്പോൾ എത്രയും 200 വീടായി, ആകെ 400 വീടേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷനാണ് സ്ഥലത്തിൻ്റെ. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പോൾ 300 വീടാവും. അപ്പോൾ ആകെ 400 വീടേ നിർമ്മിക്കേണ്ടേ ഉള്ളൂ. അപ്പോൾ 300 വീട് നിർമ്മിക്കുന്നത് UDF-ആയിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ 300 വീട് അവിടെ വരും. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യം പറയും. യൂത്ത് കോൺഗ്രസ് കളക്ട് ചെയ്ത 1,05,00,000 രൂപ അത് KPCCക്ക് കൈമാറും അടുത്ത ദിവസം. ഇതെല്ലാം ക്ലിയറാണ്. 30 സെക്കൻഡ് കൊണ്ട് 300 വീടുകൾ വെച്ചു കൊടുക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? അതിന് കഴിയുന്ന ഒരേ ഒരാളെ ഇന്ന് ഇന്ത്യയിലുള്ളൂ, പഠിച്ചു മാത്രം പറയുന്ന പ്രതിപക്ഷ നേതാവ്. അല്ല പ്രതിപക്ഷ നേതാവേ, ഈ കർണാടക സർക്കാർ വീടിനായി നൽകുന്ന പണം എങ്ങനെയാണ് കോൺഗ്രസിന്റേതാകുന്നത്? ആകെയുള്ള 400-ൽ 300 ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന പ്രതിപക്ഷ നേതാവിനോട് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. 30 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ നിർമ്മിച്ച 300 വീടുകളുടെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? നിങ്ങൾ തയ്യാറാക്കിയ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പുറത്തുവിടാൻ ഇതാ വെല്ലുവിളിക്കുന്നു. പ്രതിപക്ഷ നേതാവ് വായുവിൽ എഴുതി കൂട്ടുന്നതല്ല യഥാർത്ഥ കണക്കുകൾ. ആ കണക്കുകൾ ഇതാ കേട്ടോളൂ. വയനാട്ടിൽ ഉയരുന്നത് 410 വീടുകൾ. ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് പറഞ്ഞവർ 106 കുടുംബങ്ങൾ. ഇതിൽ 104 കുടുംബങ്ങൾക്ക് സർക്കാർ നൽകിയത് 15 ലക്ഷം രൂപ വീതം. ശേഷിക്കുന്ന 2 കുടുംബങ്ങൾ ഉന്നതിയിൽ താമസിച്ചിരുന്നവർ. സ്വന്തം ആവാസ വ്യവസ്ഥ വിട്ട് ടൗൺഷിപ്പിലേക്ക് വരാൻ താല്പര്യമില്ലാത്ത അവർക്ക് അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് വീട്. ഇനി പറയൂ പ്രതിപക്ഷ നേതാവേ, നിങ്ങൾ ആർക്കാണ് 300 വീടുകൾ കൊടുക്കുന്നത്? ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആ ലിസ്റ്റ് തയ്യാറാക്കുന്നത്? ഉളുപ്പെന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയില്ല എന്ന് കരുതി കേൾക്കുന്നവരും അങ്ങനെയാണെന്ന് ധരിക്കരുത്. അടിമുടി പബ്ലിസിറ്റി സിൻഡ്രോം ബാധിച്ച VD സതീശൻ 300 വീടുകളുടെ കണക്കും പറഞ്ഞ് ഗംഗാധരൻ എന്ന കഥാപാത്രത്തിന്റെ മാതൃകയിൽ നിന്ന് ആ നിൽപ്പുണ്ടല്ലോ, അതാണ് കോൺഗ്രസിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി. പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെ അഴിമതി സർക്കാർ എന്ന് വിളിച്ച VD സതീശൻ എന്ന ഒറ്റുകാരനോട് പുനർജനിയുടെ പേരിൽ സതീശൻ നടത്തിയ അഴിമതിയെക്കുറിച്ച് ചോദിക്കാൻ എന്തിനാണ് കോൺഗ്രസെ നിങ്ങൾക്ക് മുട്ടിടിക്കുന്നത്? നിലം തൊടിക്കാതെ 10 വർഷം ജനങ്ങൾ മാറ്റി നിർത്തിയിട്ടും കളവും തട്ടിപ്പും വഞ്ചനയും അഴിമതിയും ലെവലേശം കുറഞ്ഞിട്ടില്ല കോൺഗ്രസിന്. 10 വർഷം ഖജനാവിൽ കൈയിട്ട് വാരാനാകാത്തതുകൂടി ചേർത്ത് പാവപ്പെട്ടവന്റെ കണ്ണീരിന്റെ പേരിൽ പിരിച്ചു മുക്കി. എന്നിട്ടും മതിയാകാതെ അലക്കി തേച്ച ഖദറിനുള്ളിൽ മിടിക്കുന്ന അധികാരത്തിന്റെ ഭ്രാന്താണ് VD സതീശനിലൂടെ പുറത്തു വരുന്നത്. ഇന്ന് ഈ വിഷയത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: കെ റഫീഖ് CPIM-ൽ നിന്നും, പ്രൊഫസർ റോണി കെ ബേബി കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് എൽ ലാൽകുമാർ ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം പ്രൊഫസർ റോണി കെ ബേബിയിലേക്ക് പോവുകയാണ്. റോണി കെ ബേബി, 240 വീടുകളുടെ വാർപ്പ് ഇതിനോടകം അവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഈ ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും മാധ്യമങ്ങളിലൂടെ അടക്കം ലൈവായി ഈ കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യത്തിൽ ഇത്രയും വിചിത്രമായ ഒരു വാദം നടത്താൻ എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവിന് സാധിക്കുന്നത്? ഇതിന്റെ അകത്ത് ഒരു വിചിത്രവുമായ വാദവുമില്ല. കേൾക്കുന്നവർക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകുന്നുണ്ട്. രാഷ്ട്രീയ അന്ധത ബാധിച്ചവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഇത് കേട്ടാൽ മനസ്സിലാവില്ലായിരിക്കും. കൃത്യമായി പറയാം. ഇപ്പോൾ ഇങ്ങോട്ട് ചോദിച്ചല്ലോ, എവിടെയാണ് കോൺഗ്രസിന്റെ 100 വീടുകൾ, അല്ലെ കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടുകൾ? ഇവിടെ സർക്കാർ എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനം ഉണ്ടല്ലോ, അവര് പോലും ഇപ്പോൾ ഇവിടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ വീടുകൾ ഉയരുന്നതേ ഉള്ളൂ. 1.5 വർഷമാകാൻ പോകുന്നു, വീടുകൾ ഉയരുന്നതേ ഉള്ളൂ. ഇപ്പോൾ സർക്കാരിന് പോലും സ്ഥലം ഏറ്റെടുത്ത് വീട് പണി തുടങ്ങാൻ വേണ്ടി 1 വർഷം എടുത്തു. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പദ്ധതി താമസിച്ചത്? വളരെ കൃത്യമായി പറയാം. ഞങ്ങൾ വീട് വെച്ച് നൽകും എന്നാണ് ഞങ്ങൾ കൃത്യമായി പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത്, ഞങ്ങൾക്ക് വളരെ കൃത്യമായി പറയാം, സർക്കാർ ഞങ്ങൾക്ക് ഭൂമി തരും. കാരണം ഏറ്റവും വലിയ ബുദ്ധിമുട്ടേറിയ പ്രോസസ് എന്ന് പറയുന്നത് ഭൂമി കണ്ടെത്താനും ഭൂമി ഏറ്റെടുക്കുവാനാണ്. പക്ഷെ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് സർക്കാർ ഏതൊക്കെയാലും ഭൂമിയൊന്നും ഏറ്റെടുത്ത് തരാൻ പോകുന്നില്ല. അപ്പോൾ കഴിഞ്ഞ 3 മാസം കൊണ്ട് ഞങ്ങൾ പല മേഖലയിൽ അതിനകത്ത് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി, സ്ഥലങ്ങൾ കണ്ടെത്താൻ വേണ്ടി അന്വേഷണം നടത്തി. ഞങ്ങൾ ഇപ്പോൾ 3 സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ വാക്കുകൾ പ്രതിപക്ഷ നേതാവിന്റെ തന്നെയാണ്. നിങ്ങൾ 2 ആഴ്ച കഴിയുമ്പോൾ, ഏകദേശം തെരഞ്ഞെടുപ്പിന് ഇനിയും 2 മാസം കൂടി ഉണ്ടല്ലോ, വീണ്ടും ഇന്നലെയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഈ വാക്യങ്ങൾ വീണ്ടും ഈ കൈരളിയുടെ സ്റ്റുഡിയോയിൽ ഉണ്ടാവുമല്ലോ. എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? ഒരാഴ്ചക്കകം ഞങ്ങൾ 3 സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ 3 സ്ഥലങ്ങളുടെ രജിസ്ട്രേഷൻ നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ ഒരു 10 സെന്റ് വസ്തു പോലും മേടിക്കണമെങ്കിൽ ആധാരവും മുന്നാധാരവും പോക്കുവരവും ബാധ്യതയും എല്ലാം നോക്കി. അപ്പോൾ അതിന് കൃത്യമായി പ്രോസസ്സ് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ
ഞങ്ങൾ ആ സ്ഥലത്തിന്റെ മുഴുവൻ രജിസ്ട്രേഷൻ അത് നടക്കട്ടെ പ്രൊഫസർ റോണി കെ ബേബി. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് ഞാൻ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു ഭൂമി ഏറ്റെടുക്കൽ ഏറ്റവും വലിയൊരു പ്രോസസ് ആയിരുന്നു, അതിൽ നേരിട്ട കാലതാമസം. സ്വാഭാവികമായും ആ കാലതാമസം സർക്കാരും നേരിട്ടിട്ടുണ്ടാകുമല്ലോ. മുമ്പ് താങ്കൾ പറഞ്ഞ 1.5 വർഷത്തിൽ, 1 വർഷത്തിൽ ആ കണക്ക് കൂടി ഓർക്കുക. അതവിടെ നിൽക്കട്ടെ. ഞാൻ അത്തരം സാങ്കേതികമായ കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. എന്റെ പ്രാഥമികമായ ചോദ്യം, ആകെ 410 വീടുകളാണ് ഇപ്പോൾ ടൗൺഷിപ്പിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ലിസ്റ്റിലുള്ളത്, ആ ലിസ്റ്റ് ക്ലിയർ ആണ്. അതിൽ 250ഓളം വീടുകൾ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളവ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഞാൻ ആദ്യം ആ കണക്ക് സൂചിപ്പിച്ചല്ലോ, അത് ആവർത്തിക്കേണ്ട എന്ന് കരുതുകയാണ്. അപ്പോൾ ആകെയുള്ള ഈ പട്ടികയിൽ ഇന്നിപ്പോൾ വി ഡി സതീശൻ പറയുന്നു ആ 400-ൽ 300ഉം കോൺഗ്രസിന്റേതാണ്, കർണാടക സർക്കാരിൻ്റെത് കൂടി അതിലുണ്ട് എന്നത് ഓർക്കണം. ആ കണക്ക് ഏതാണ്? ആ 300 വീടുകൾ ഏതാണ്? അതിലൊരു ക്ലാരിറ്റിയാണ് വേണ്ടത്. ഒന്നാമത്തേത്, ആ ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക സർക്കാർ 100 വീടിനുള്ള ഫണ്ട്, ഇതേക്കാളും CPM-ന്റെ ഒരു നേതാവും അല്ലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ആരും നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 100 വീടിനുള്ള ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോ അല്ലെ ഏതാണോ സർക്കാരിന്റെ സംവിധാനം അവിടേക്ക് കൃത്യമായി തന്നെ കർണാടക സർക്കാർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 1-2 തവണ കർണാടക സർക്കാർ ചോദിച്ചു എവിടെയാണ് ഈ വീട് വെക്കാൻ പോകുന്ന സ്ഥലം, ആ സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് തന്നാൽ ഞങ്ങൾ വേണമെങ്കിൽ തന്നെ ഇടപെട്ട് വീട് വെച്ച് തരാം. പക്ഷേ ഗവൺമെന്റിന് സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് നൽകുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഏതൊക്കെയാണ് ആ 100 വീടിനുള്ള ഫണ്ട് അവിടെ ഉണ്ടല്ലോ? ഒന്ന്, കർണാടക സർക്കാരിന്റെ, കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് ആണ്. 2, മുസ്ലിം ലീഗ് അവര് വാഗ്ദാനം ചെയ്ത വീടുകളുടെ പണി അവിടെ ആരംഭിച്ചിട്ടുണ്ട്. കഴിയില്ലല്ലോ. വി ഡി സതീശൻ പറഞ്ഞ 400 ടൗൺഷിപ്പിലെ വീടാണ്, അത് 410 ആണ്. ഇനി 400 എന്ന് തന്നെ കണക്കിലെടുക്കാം. അത് ടൗൺഷിപ്പിനുള്ളിലാണോ മുസ്ലിം ലീഗിന്റെ 100 വീട്? മുസ്ലിം ലീഗിന്റെ 100 വീടുകൾ ഞാൻ മനസ്സിലാക്കുന്നത് ടൗൺഷിപ്പിന്റെ അകത്തല്ല, ടൗൺഷിപ്പിന് പുറത്ത്, അവിടെ തന്നെ. കാരണം നമ്മുടെ സ്ഥലത്തിൽ നോക്കൂ, താങ്കളുടെ വാദം, ഞാൻ വാദത്തിന് വേണ്ടി കർണാടക സർക്കാരിന്റെ 100 വീടിന്റെ പണം അത് ഞാൻ അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു. അവിടെയും കോൺഗ്രസ് എന്നുള്ള അക്കൗണ്ട്, അതിൽ പ്രശ്നമുണ്ട്, അത് മാറ്റി നിർത്താം. കർണാടക സർക്കാർ 100 വീട്, മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന 100 വീട് ടൗൺഷിപ്പിനകത്തല്ല. ടൗൺഷിപ്പിൽ വരുന്ന 400 വീടുകളുടെ കണക്കാണ് വി ഡി സതീശൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ആ 400-ൽ 300 എന്ന് പറയുമ്പോൾ അതിൽ 100 മുസ്ലിം ലീഗ് കൂടി ചേർത്താണ്. ടൗൺഷിപ്പിനുള്ളിൽ വരാത്ത മുസ്ലിം ലീഗിന്റെ 100 വീട് എങ്ങനെയാണ് വി ഡി സതീശന്റെ 300-ന്റെ അക്കൗണ്ടിൽ വരുന്നത്? നമ്മൾ ഈ ടൗൺഷിപ്പിന്റെ അകത്താണ്. ഇപ്പോൾ നിങ്ങളിപ്പോ ബഹുമാനപ്പെട്ട കൈരളി TV-യിൽ ഇപ്പോൾ പറയുന്ന ഈ 400 വീടുകൾ, ആ 400 വീടുകളുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് സർക്കാർ ഐഡന്റിഫൈ ചെയ്തതാണ്, ദുരന്തത്തിൽ ഇരകളായ ആളുകളാണ്. പക്ഷേ നമുക്കറിയാം വീട് ഭാഗികമായി തന്നെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ സർക്കാരിന്റെ ഈ പറയുന്ന കണക്കുകളിൽ മാനദണ്ഡ പ്രകാരം വരാത്ത നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അവരെയും കൂടെ, കാരണം ഈ നമുക്കിപ്പോ അപേക്ഷ നൽകുന്ന ആളുകളോട്, അല്ലെ ഞങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു പോയി, അല്ലെ ഞങ്ങൾക്ക് ആ വീട് വാസയോഗ്യമല്ല എന്ന് പറയുന്ന ആളുകളോട് നിങ്ങൾ സർക്കാരിന്റെ മാനദണ്ഡത്തിലുള്ള വീട് ഞങ്ങൾക്ക് വെച്ച് തരാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ നമ്മൾ ഈ 400 എന്ന് പറയുന്ന നമ്പറിൽ മാത്രമായിട്ട് നമ്മൾ അത് കേട്ടതില്ല. അതിനകത്ത് ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ, കാരണം അതിനകത്ത് ഞാൻ വളരെ കൃത്യമായി തന്നെ ഞാൻ പറയാം, ഈ 400-ന്റെ അകത്ത് തന്നെ ഇപ്പോൾ ഈ പിന്നെ സർക്കാർ പിന്നെ അവിടെ പണിതുകൊണ്ടിരിക്കുന്ന വീടുകളുടെ എണ്ണം പറയുണ്ടായി. ഒരു മിനിറ്റ് അതിലേക്ക് പോകാം. ആ വിഷയത്തിൽ നിന്ന് മാറാതിരിക്കാനാണ് 300-ലാണ് ക്ലാരിറ്റി വേണ്ടത്. അപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ 100 വീട് കർണാടക സർക്കാർ എന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുകയാണ്. ബാക്കി 100 മുസ്ലിം ലീഗിന്റേതാണ്. അതപ്പോൾ വി ഡി സതീശൻ പറഞ്ഞ് ടൗൺഷിപ്പിനുള്ളിൽ വരുന്നില്ല എന്ന് താങ്കൾ തന്നെ അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി 100 ഏതാണ്? ഞാൻ പറഞ്ഞു, 100 വീടുകൾ കർണാടക സർക്കാർ നൽകിയത് അസ്യൂം ചെയ്യാമെന്ന് നമുക്ക് അങ്ങനെ പറയാതെ 742 കോടി രൂപ അവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കടത്തില്ലോ. ഇത് പ്രധാനപ്പെട്ട കർണാടക സർക്കാർ കൂടി ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ആണ് കൃത്യം, അല്ല അസ്യൂം ചെയ്യുന്ന ഫാക്ട് ആണ്. 100 വീടിനുള്ള എമൗണ്ട് ഫാക്ട് ആണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വളരെ കൃത്യമായി പറയാം, ഞങ്ങൾ അതിന്റെ സ്ഥലം ഞങ്ങൾ കൃത്യമായി തന്നെ കണ്ടെത്തി ഞങ്ങൾ നേരിട്ട് അത് എടുക്കട്ടെ. 100 വീട് കർണാടക സർക്കാർ, 100 വീട് മുസ്ലിം ലീഗ്, അത് അതിനുള്ളിലല്ല. വി ഡി സതീശൻ പറഞ്ഞ വാദം അവിടെ തന്നെ പൊളിയുന്നു. ബാക്കി 100 ഏതാണ്? അതുകൂടി പറയൂ. കാരണം നമുക്ക് ഈ പ്രോസസ്സിന്റെ ആദ്യ ഘട്ടം മുതൽ സർക്കാർ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ടല്ല, കോൺഗ്രസിന്റെ വിശ്വാസത്തിലെടുത്തുകൊണ്ടല്ല, ഞങ്ങൾ ഈ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ദുരന്തത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവിടെ ഞങ്ങളുടെയും ഒരു കൈത്താങ്ങ് നൽകാം, ഞങ്ങളുടെയും ഒരു സഹായം നൽകാം. ഇങ്ങനെയാണ് KPCC 100 വീട് എന്ന് പറയുന്ന കാര്യം ഞങ്ങൾ വാഗ്ദാനം ചെയ്തത്. പക്ഷേ നമുക്കറിയാൻ പറ്റും, ഓരോ പ്രോസസ്സിലും സർക്കാർ ഒരു തരത്തിലും അതിന്റെ സ്ഥലം ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, ഗുണഭോക്താക്കളെ കണ്ടെത്തുന്ന കാര്യത്തിലായിക്കോട്ടെ, ഗുണഭോക്താക്കളുടെ പട്ടിക നൽകുന്ന കാര്യത്തിലായിക്കോട്ടെ, നിരവധി തവണ ചോദിച്ചിട്ടും ഈ ഗുണഭോക്താക്കളുടെ പട്ടിക, അത് ഈ പട്ടികയിൽ കിട്ടിയാലല്ലേ ഞങ്ങൾക്കും ഈ പറയുന്ന വീടിന്റെ ഈ പ്രോസസ്സിലേക്ക് കടക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയുള്ളൂ. പക്ഷെ ഇപ്പോൾ വളരെ കൃത്യമായി പറയാം, ഈ 420 എന്ന് പറയുന്ന അതിന്റെ അക്കൗണ്ടിൽ ഇതിന് നമ്മൾ ഈ 420 ആണോ അല്ലെന്ന്, അതിനകത്ത് ദുരന്ത ബാധിതരായ ആളുകൾ, ഞാൻ വളരെ കൃത്യമായി ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകൾ, അത് ചിലപ്പോൾ ഈ പറയുന്ന ഈ സർക്കാരിന്റെ
ഈ പിന്നെ പട്ടികയില് ഉൾപ്പെട്ടിട്ടും ചിലപ്പോൾ അവസാന ഘട്ടത്തിൽ മാനദണ്ഡങ്ങൾ പ്രകാരം കിട്ടാവുമ്പോഴാണെന്നുണ്ടാവാം. ശരി 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 പ്രൊഫസർ റോണിക്ക് ബേബി, ഞാൻ അവിടെ ഒന്ന് ഇടപെടുന്നു. അതിൽ കോൺഗ്രസിന്റെ വാദം കറക്റ്റ് ആണ്. ഇതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇപ്പോൾ താങ്കൾ പറഞ്ഞതിൽ നിന്നും ഞാൻ ഇങ്ങനെ ക്രോഡീകരിക്കുകയാണ്. താങ്കൾക്ക് അതിൽ പറയുന്നതിന് പരിമിതികളുണ്ടാകും. ഇങ്ങനെ ഒരു ദുരന്തം നടക്കുമ്പോൾ സർക്കാരിന് പുറമെ സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചില എഫോർട്ടുകൾ ഏറ്റെടുത്ത് വരുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അത് ഇതിനോടകം അതിന്റെ ഒരു കല്ലിടാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു വലിയ പദ്ധതിയിലേക്ക് കടക്കുന്ന ഒരു സംവിധാനത്തെ ആകെ ഇങ്ങനെ ദുഷിപ്പിക്കാൻ ശ്രമിക്കരുത്. അതാണ് ഇന്ന് വി ഡി സതീശൻ നടത്തിയത്. അത് ഇതുപോലെ പൊളിഞ്ഞു വീഴുകയും ചെയ്യും. ഞാൻ വരുന്നുണ്ട് താങ്കളിലേക്ക്, പ്രൊഫസർ റോണി കെ ബേബി. താങ്കൾ ഈ ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം നമ്മൾ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് വരും. ശരി ശരി ശരി, ഞാൻ വരും. ഉറപ്പായും ആ വിഷയത്തിലേക്ക് ഞാൻ വരും. പ്രൊഫസർ റോണി കെ ബേബി, കെ റഫീഖിലേക്ക് പോകുന്നു. കെ റഫീഖ്, വയനാട്ടിൽ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത് CPIM അല്ല, കേരള സർക്കാരാണ്. ഇതാണ് നമ്മുടെയൊക്കെ ബോധ്യം. ഇന്നിപ്പോൾ വി ഡി സതീശൻ പറയുന്നതിൽ, ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിയായ പ്രൊഫസർ റോണി കെ ബേബി പറയുന്നതിലും വി ഡി സതീശൻ മാധ്യമങ്ങളോട് എന്തൊക്കെയോ പറഞ്ഞു പോയി. അതിനൊക്കെ അപ്പുറത്ത് കോൺഗ്രസുകാർക്ക് പോലും തർക്കമില്ലാത്തത് കർണാടക സർക്കാർ നൽകുന്ന 100 വീടുകളുടെ കാര്യത്തിലാണ്. പക്ഷെ അത് കോൺഗ്രസിന്റെ അക്കൗണ്ടിലാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ടൗൺഷിപ്പിൽ കേരളത്തിൽ നിന്നും പണിയുന്ന വീടുകൾ അത് CPIM-ന്റേതല്ല, സർക്കാരിന്റേതാണ്. പക്ഷെ കർണാടക സർക്കാർ നൽകുന്നത് അത് സർക്കാരിന്റേതല്ല, കോൺഗ്രസിന്റേതാണ്. അതെങ്ങനെയാണ് ശരിയാകുന്നത്? അല്ല, ഇവിടെ ഇത്തരത്തിൽ ഒരുപാട് വിചിത്രവാദങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ദുരന്തബാധിതരെ പച്ചക്ക് പറ്റിച്ചതിൻ്റെ ജാള്യതയിലാണ് കോൺഗ്രസ്. പല ഡേറ്റുകൾ മാറ്റി പറയുന്നു, പല രൂപത്തിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ നമ്മൾ കേട്ടല്ലോ പറഞ്ഞത്, സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും അതിനെ മുഖവിലക്കെടുക്കുമോ? ഒരാൾ പോലും മുഖവിലക്കെടുക്കില്ല. അത്രയും അപഹാസ്യമായ നിലയിലാണ് യഥാർത്ഥത്തിൽ ദുരന്തബാധിതരെ ഉൾപ്പെടെ അവഹേളിക്കുന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാമല്ലോ, സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായി ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി സർക്കാർ പറഞ്ഞ കാര്യം, സർക്കാർ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നു ദുരന്തബാധിതർക്ക് വേണ്ടി. ആ ടൗൺഷിപ്പിൽ വീടുകളുണ്ട്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗമായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്, കളിക്കളങ്ങളുണ്ട്, വിദ്യാലയങ്ങളുണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം അടങ്ങുന്ന ടൗൺഷിപ്പ് നമ്മളിവിടെ നിർമ്മിക്കാൻ പോകുന്നു. അതിൻ്റെ ഭാഗമായി എല്ലാവരും ചേരണം. ഇതാണല്ലോ നമ്മൾ ആവശ്യപ്പെട്ടത്. അതിൻ്റെ ഭാഗമായി ചേരുന്നതിന് പകരം യഥാർത്ഥത്തിൽ ടൗൺഷിപ്പിനെയും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും തുരങ്കം വെക്കുന്ന നിലപാടാണ് കോൺഗ്രസും UDF-ഉം സ്വീകരിച്ചത്. അവരിപ്പോൾ അവകാശവാദവുമായി വരുന്നത്. നിങ്ങൾ നോക്ക്, ഇപ്പം നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരാണ് യഥാർത്ഥത്തിൽ ടൗൺഷിപ്പ് ഇവിടെ ഉണ്ടാക്കുന്നത്. പക്ഷേ സർക്കാരാവുമ്പോഴും അതിൽ ഇടതുപക്ഷ സംഘടനകൾ വലിയ രൂപത്തിൽ പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ DYFI സംഘടന എന്ന നിലയിൽ തന്നെ ശേഖരിച്ച തുക 20 കോടി രൂപ വീട് വെക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിലേക്ക് കൈമാറി. KSTA അധ്യാപക സംഘടന എന്ന നിലയിൽ പണം ശേഖരിച്ച് ഗവൺമെന്റിലേക്ക് കൈമാറി. NGO യൂണിയൻ എന്ന നിലയിൽ, സർവീസ് സംഘടന എന്ന നിലയിൽ ഇതിലേക്ക് പണം കൈമാറി. KGOA എന്ന നിലയിൽ പണം കൈമാറി. ഇങ്ങനെ ഇടതുപക്ഷ സംഘടനകൾ കൈമാറി. 1. 2, ഇടതുപക്ഷത്തിന്റെ ഭാഗമായുള്ള MP-മാർ MP ഫണ്ടിൽ നിന്നും പണം കൈമാറാൻ വേണ്ടി തയ്യാറായി. എന്നാൽ ഇങ്ങനെയെല്ലാം ഇടതുപക്ഷത്തിനുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ, അതുപോലെ ഇടതുപക്ഷവുമായി ബന്ധമില്ലാത്തവരും, ഈ പറഞ്ഞ പോലെ പല സംഘടനകളും, സാമുദായിക സംഘടനകളും മറ്റുമെല്ലാം ഇതിന്റെ ഭാഗമായി ചേർന്നു. എന്നാൽ കോൺഗ്രസ് എന്താണ് ചെയ്തത്? യഥാർത്ഥത്തിൽ CMDRF-ലേക്ക് പണം വരുമ്പോൾ അതിനെ തടയുന്നതിന് വേണ്ടി ആദ്യം മുതൽ പ്രവർത്തിച്ചവരാണിവർ. CMDRF-ലേക്ക് പണം നൽകാൻ പാടില്ല എന്ന ക്യാമ്പയിൻ എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. UDF നമ്മുടെ ശമ്പളം നൽകുന്നു സർക്കാർ ജീവനക്കാർ, അത് കൊടുക്കരുത് എന്ന് ക്യാമ്പയിൻ നടത്തിയവരാണ് NGO അസോസിയേഷൻ ഉൾപ്പെടെയുള്ള UDF അനുകൂല സംഘടനകൾ. ഈ സ്ഥലത്തെ MP പ്രിയങ്ക ഗാന്ധി നിയമപരമായി തന്നെ രാജ്യത്തെ MP-മാർക്ക് തീവ്ര സ്വഭാവമുള്ള ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ MP ഫണ്ടിൽ നിന്നും പണം ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. ഈ പുനരധിവാസ പ്രവർത്തനത്തിന് കൊടുക്കാൻ കഴിയും. സ്ഥലം MP 1 രൂപ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടോ കോൺഗ്രസിന്റെ? ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊന്നും ചെയ്യാതെ ഇപ്പോ വിചിത്രവാദവുമായി വരികയാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത്, കോൺഗ്രസ് പ്രഖ്യാപിച്ചത് 230 വീടുകളാണ്. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു 100 വീട്. അത് കർണാടകയിലെ സർക്കാർ നൽകുന്ന വീടിനെ കുറിച്ചല്ല. കർണാടകയിലെ സർക്കാർ നൽകിയത് കർണാടകയിലെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുള്ള പണമാണ്. കോൺഗ്രസ് പാർട്ടി അവിടെ പിരിച്ച് കർണാടക സർക്കാരിനെ ഏൽപ്പിച്ച് ഇങ്ങോട്ട് തന്നതല്ല, നികുതി പണമാണ്.
അല്ല, കർണാടക സർക്കാർ കൃത്യമായി കൊടുത്തതാണ്. മാത്രമല്ല കർണാടക സർക്കാർ ഇപ്പോൾ കൊടുത്തത് 10 കോടിയാണ്. 20 കോടിയാണ് അവർ കൊടുക്കുമെന്ന് പറഞ്ഞത്. 10 കോടി കൊടുത്തു, ബാക്കി കൊടുക്കുമായിരിക്കും. സ്വാഭാവികമായിട്ട് 10 കോടി കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ അത് കർണാടക സംസ്ഥാന സർക്കാർ കൊടുത്തതാണ്. മറ്റു ചില സംസ്ഥാന സർക്കാരുകളും അതുപോലെ തന്നെ ചില MP-മാരും ഒക്കെ കൊടുത്തിട്ടുണ്ട്, വേറെ പാർട്ടികളുടെ ആ നിലയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൊടുത്തതാണ്. അതെങ്ങനെയാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ വരിക? രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതാണ് 100 വീട്, കോൺഗ്രസ് പ്രഖ്യാപിച്ചതാണ് 100 വീട്, യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചതാണ് 30 വീട്, 230 വീടുകളാണ്. ഇപ്പോൾ അതെല്ലാം കൂടെ 100 എന്നാണ് പറയുന്നത്. ആവട്ടെ, ഇനി എല്ലാം കൂടെ 100 ആണെങ്കിൽ 100 പോയിട്ട് ഒരു വീടിനുള്ള സ്ഥലം എവിടെയാണ് എടുത്തത്? കോൺഗ്രസിന്റെ പ്രതിനിധി ഈ ചാനൽ ചർച്ചയിൽ ഉണ്ടല്ലോ, ഈ ചർച്ചയിൽ ഉണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത് വേറെ ഒരുപാട് കണക്കുകൾ. ഇന്ന് VD സതീശൻ പറഞ്ഞതുപോലെ ഒരു നിമിഷം കൊണ്ട് 300 വീടുകൾ നിർമ്മിച്ച് നൽകുന്ന വർത്താനങ്ങളോ അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. എവിടെയാണ് കോൺഗ്രസ് വീട് നിർമ്മിക്കാൻ ഭൂമി കണ്ടെത്തിയത്? അപ്പം കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് സർക്കാർ ഭൂമി തരും, സർക്കാർ ഭൂമി തരും എന്ന് എവിടെയാ പറഞ്ഞത്? സർക്കാരിനോട് ഏത് കോൺഗ്രസ് നേതാക്കന്മാരെ ആവശ്യപ്പെട്ടത്? സർക്കാർ നേരത്തെ പറഞ്ഞത് ഇതാണ്. സർക്കാർ പറഞ്ഞത് ടൗൺഷിപ്പിന്റെ ഭാഗമായി എല്ലാവർക്കും ചേരാം. ടൗൺഷിപ്പിന്റെ ഭാഗമായി DYFI ചേർന്നല്ലോ. അതുപോലെ കോൺഗ്രസ് ചേർന്നിരുന്നെങ്കിൽ അവിടെ വീടിനുള്ള സ്ഥലം അവിടെ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഇവർ കബളിപ്പിക്കേണ്ടായത്. ഇപ്പം എന്താ പറയുന്നത്, 10 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടോ രജിസ്ട്രേഷൻ നടക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡിസംബർ മാസം 10-ാം തീയതി കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവും കൽപ്പറ്റ MLA-യുമായ T. സിദ്ദിഖ് എന്താ പറഞ്ഞത്? 28-ാം തീയതി തറക്കല്ലിടും, 28-ന് തറക്കല്ലിടും എന്നാണ് പറഞ്ഞത്. എല്ലാ രജിസ്ട്രേഷൻ നടപടികളെല്ലാം പൂർത്തിയായി എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ലീഗൽ ഫോർമാലിറ്റീസ് മുഴുവൻ പൂർത്തിയായി. ഇത് പറഞ്ഞിട്ട് 28 ആയപ്പോൾ പറയാണ് 10-ാം തീയതി ഇടും, ഈ ജനുവരി 10-ന് ഇടുന്നതാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോ പ്രതിപക്ഷ നേതാവ് വേറെ രൂപത്തിൽ പറയുന്നു. നിങ്ങൾ നോക്കൂ, തീർത്തും ദുരന്തബാധിതരെ വഞ്ചിക്കുന്ന നിലപാടല്ല. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഇതിലൊരു വിഷയമുണ്ട്. ഈ 1.5 വർഷക്കാലം ദുരന്തമുണ്ടായി, 1.5 വർഷക്കാലം ഈ പണം എന്ത് ചെയ്തു? ഞാൻ ചോദിക്കട്ടെ, ഈ ചാനൽ ചർച്ചയിൽ പാനലിലുള്ള കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് പറയാൻ കഴിയും എത്ര പണമാണ് കോൺഗ്രസ് പിരിച്ചത്? ഈ നാട്ടിലെ ഒരാൾക്കും അറിയില്ല. ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് CMDRF-ലേക്ക് പണം വരുമ്പോൾ അത് തടയാൻ വേണ്ടി ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് പണം ശേഖരിച്ചിട്ട് എത്ര പണമാണ് ഇതുവരെ കിട്ടിയതെന്ന് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് അറിയുമോ? അറിയില്ല. ഇതുവരെ പരസ്യമായി പറഞ്ഞിട്ടില്ല. ഇനി 1.5 വർഷക്കാലം ഈ പണം എന്തു ചെയ്തു, ദുരുപയോഗം ചെയ്തു എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസ് ഈ 1.5 വർഷക്കാലം ഈ പണം മറ്റു പല കാര്യത്തിലും ഉപയോഗിച്ചു എന്ന് ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയിൽ ഞാൻ പറഞ്ഞു. എന്തേ കോൺഗ്രസിന്റെ ആരും ഇതിനെ പ്രതികരിക്കാതിരുന്നത്? ഇനി അവർ 1.5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കണക്കും കൊണ്ടുവന്ന് ഇത്ര പണമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുകയല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ കണക്കില്ലല്ലോ. ഇതാണ് അവസ്ഥ. ഈ രൂപത്തിൽ ദുരന്തബാധിതരുടെ പണം ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്യുകയും ഒരു തരി ഭൂമി പോലും ഇതുവരെ വാങ്ങാതിരിക്കുകയും ചെയ്യുക. എന്നിട്ടിപ്പോ ടൗൺഷിപ്പ് വളരെ മനോഹരമായ രൂപത്തിൽ ടൗൺഷിപ്പിൽ വീട് ഉയരുകയും ഫെബ്രുവരി മാസത്തിൽ വീടുകൾ കൈമാറുമെന്ന് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറയുകയും ചെയ്യുമ്പോൾ അത് ഞങ്ങളുടേതാണ് എന്ന് എട്ടുകാലി മമ്മൂഞ്ഞ് ചമയാൻ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസ് നേതാക്കന്മാർക്കും അല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? വളരെ ഗൗരവമായി നമ്മളതിനെ കാണുന്ന വിഷയമാണ്. ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് N. ലാൽകുമാർ, ഇപ്പോൾ റഫീഖ് പറഞ്ഞതുപോലെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ ഇങ്ങനെ ഒരു ടൗൺഷിപ്പിന്റെ നിർമ്മാണം നടക്കുമ്പോൾ ഒരുപാട് സംഘടനകൾ, വ്യക്തികൾ, രാഷ്ട്രീയ പാർട്ടികളൊക്കെയും സംഭാവനകൾ നൽകിയിട്ടുണ്ട്, വീടുകൾ വെച്ച് നൽകാൻ ഒക്കെ മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരും ഇതൊക്കെ ഞങ്ങളുടേതാണ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയും ഇതുവരെ കേട്ടിട്ടില്ല. കോൺഗ്രസ് അങ്ങനെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ പറയുമ്പോഴാണ് ആ കണക്കുകളുടെ പ്രശ്നം വരുന്നത്. അഡ്വക്കേറ്റ് N. ലാൽകുമാർ, ആകെ 410 വീടുകളാണ് ആ ടൗൺഷിപ്പിലുള്ളത്. അതിൽ 300 ഞങ്ങൾ വെച്ച് കൊടുക്കുന്നതാണ് എന്ന് VD സതീശൻ പറയുന്നു. സർക്കാർ നിർമ്മിക്കുന്ന വീടുകളുടെ 250 എണ്ണത്തിന്റെ വാർപ്പ് ഇതിനോടകം കഴിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ VD സതീശൻ പറഞ്ഞ ബാക്കി വീടുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പ്രശ്നം. ഇനിയിപ്പോൾ ഏറ്റവും അവസാനം ബാക്കി വരുന്ന വീടുകൾ KPCC ഇനി സർക്കാരിന് തിരിച്ചെഴുതി കൊടുക്കണം, സർക്കാരിന് KPCCക്ക് തിരിച്ചെഴുതി കൊടുക്കണമെന്ന് പണ്ടൊരു സിനിമയിൽ, ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, ഗംഗാധരൻ മുതലാളി എന്നൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം പറയുന്ന മാതൃകയിൽ അങ്ങനെ ഒരു വാചകം കൂടി ആകാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് പൂർണ്ണമായേനെ എന്ന് തോന്നുന്നു. അതെ, എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ ഇപ്പം റഫീഖ് സമഗ്രമായി തന്നെ സംസാരിച്ചു. എനിക്ക് ഈ VD സതീശൻ പറഞ്ഞ വാക്കുകളുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് VD സതീശൻ പറഞ്ഞത് പണിയാൻ കൊടുത്ത കാശിനെ കുറിച്ചായിരിക്കത്തില്ല. മിക്കവാറും അദ്ദേഹത്തിന് ഈ സ്ലിപ്പ് ഓഫ് ടങ്ങോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഫ്രോയിഡിയൻ സ്ലിപ്പ് പോലെ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം. അത് മിക്കവാറും പിരിച്ച കാശിൻ്റെ കാര്യമായിരിക്കും പറഞ്ഞത്. പണം ഒരുപാട് പിരിച്ചായിരുന്നല്ലോ, ആ പിരിച്ചത് പുറത്തു വന്നിട്ടില്ല പലതും. നോക്കൂ, VD സതീശൻ ഈ സംസ്ഥാനത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ അല്ലെങ്കിൽ ഇന്നൊരു കമൻറ്റ് പറയുമ്പം ഈ
നമ്മളിവിടെ ഇരിക്കുന്നവർ കുറേ ദിവസങ്ങളായി ഈ വിഷയത്തിൽ പല ഘട്ടങ്ങളിലായി ഈ ചർച്ചകൾ നടത്തിയിരുന്നു എന്ന് അദ്ദേഹം അങ്ങ് മറന്നു പോവുകയാണ്. ഇതാണ് സത്യം. നോക്കൂ, ഞാനും അസിതയും കൂടി ഇരുന്ന ചർച്ചയിലാണെന്ന് തോന്നുന്നു, അതോ മറ്റാരോ ആണെന്ന് എനിക്കറിയില്ല, അസിത തന്നെയാണെന്ന് തോന്നുന്നു. അന്ന് കോൺഗ്രസിൻ്റെ കുറേ നാളുകൾക്ക് മുമ്പാണ് കേട്ടോ, അന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത് സ്ഥലം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു, സ്ഥലം അടുത്ത ആഴ്ച നമ്മൾ ആധാരം എഴുതും. ഞാൻ പറഞ്ഞ ആളുടെ പേരൊന്നും പറയുന്നില്ല, കാര്യം അദ്ദേഹത്തെ ഇപ്പോൾ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. ആ ആഴ്ചകൾ കഴിഞ്ഞിട്ട് ഒരു 6 മാസമെങ്കിലും ആയി. ഇതൊക്കെ നമ്മൾ ഈ സംസ്ഥാനത്ത് നമ്മൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ. നമുക്ക് ഓർമ്മശക്തിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് അൾഷൈമേഴ്സ് ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ലല്ലോ, ഇല്ലേ? നമുക്ക് സംഭവിച്ചാലും കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഇതറിയാമല്ലോ കോൺഗ്രസ് എന്താ ചെയ്തതെന്ന്, എത്രമാത്രം ഫണ്ട് മുക്കി എന്നുള്ളതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ഒരു ചർച്ച ഒരു ഘട്ടത്തിൽ പുറത്തു വന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട് എത്ര ചർച്ച നമ്മൾ നടത്തി. പിന്നെ റഫീഖ് പറഞ്ഞൊരു കാര്യം, ടി സിദ്ദിഖിനെ കോട്ട് ചെയ്ത് റഫീഖ് പറഞ്ഞൊരു കാര്യത്തിനോട് ജനുവരി 10, അതിപ്പം പണ്ടൊരു സിനിമയ്ക്കകത്ത് പറഞ്ഞാൽ എല്ലാ വർഷവും ജനുവരി 10 ഉണ്ടല്ലോ. അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. നോക്കൂ, കോൺഗ്രസ് ഉത്തരവാദിത്തരഹിതമായാണ് പല ഘട്ടങ്ങളിലും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ പറയുന്ന ജനക്ഷേമം താല്പര്യങ്ങളൊന്നുമില്ല. അവർ എങ്ങനെയും അധികാരം പിടിക്കുക, അതിനെന്ത് കള്ളത്തരവും പറയുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വികസനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടോ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ചയും അവർ വരാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ബൈപ്പാസ് ചെയ്ത് മറ്റേതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യാൻ താല്പര്യം. ഞാൻ ഈ വീടുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ട് വേറൊരു കാര്യം സൂചിപ്പിക്കാം. ഇതുമായിട്ട് അനുബന്ധം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും സൂചിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ കർണാടക സർക്കാർ 100 വീടിനുള്ള പണം തന്നു, നല്ല കാര്യം. രാഹുൽ ഗാന്ധി ഇടപെട്ട് തന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ രാഹുൽ ഗാന്ധി ഇടപെട്ട് ഈ കർണാടകത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം റഹീം പോയി, CPM-ൻ്റെ ഒരു നേതാവ്, പാർലമെൻറ്റ് മെമ്പർ പോയി ഒരു സമരം നടത്തിയല്ലോ. അവിടുത്തെ മനുഷ്യരെ കുടിയിറക്കിയതുമായി ബന്ധപ്പെട്ട് ഒരു സമരം നടക്കുകയും ആ സമരത്തിന് അവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും പിന്നെ ആ വീട് വെച്ച് കൊടുക്കണമെങ്കിൽ അവർ ഓരോരുത്തരും 6 ലക്ഷം രൂപ കൊടുക്കണമെന്നും പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. കുറച്ച് വീട് അവർക്ക് വെച്ച് കൊടുത്തുകൂടെ? ഇത്ര രാഹുൽ ഗാന്ധിക്ക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എന്തുകൊണ്ടാണ് സിദ്ധരാമയ്യയുടെ സർക്കാർ, കർണാടകത്തിൻ്റെ സർക്കാർ ഈ പറയുന്ന ഒരു നിലപാട് അവിടെ എടുത്തിട്ടുള്ളത്? അതിന് ആ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ സംസാരിച്ച ആളുടെ ഭാഷയ്ക്കായി കുറ്റം, ആ ഭാഷ മോശമായി, ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് സംസാരിച്ചില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ എഴുതി കാണിച്ചു. അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരു താല്പര്യവുമില്ലാതെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞ എന്നെ കേൾക്കുന്നവരാലോചിക്കേണ്ട വിഷയമാണ്. റഹീം പോയ സമരം എന്തായിരുന്നു? റഹീം പോയത് അവിടെ കുടിയിറക്കപ്പെട്ടവർക്ക് വേണ്ടി സമരം ചെയ്യാനാണ് പോയത്, അവർക്ക് വേണ്ടി സംസാരിക്കാനാണ് പോയത്. ആ അവിടെ പോകുമ്പോൾ തന്നെ അതിനകത്തെ ഉദ്ദേശം മനസ്സിലായി കഴിഞ്ഞു, അതിനകത്തെ മാനുഷികമായ ഭാഷ പുറത്തു വന്നിരിക്കുന്നു. എന്തിനാണ് പോയതെന്ന് പോയവർക്കറിയാം. ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാലും പറഞ്ഞില്ലേലും എന്ത് പർപ്പസിനാണ് അയാൾ പോയതെന്ന് വ്യക്തമാണ്. ഈ രാജ്യത്തെ ആൾക്കാർക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അയാൾ ഒന്നും പ്രതികരിച്ചില്ല, അയാൾ എന്തിനാ അവിടെ പോയെന്ന് നമുക്ക് മനസ്സിലാകത്തില്ലേ? അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പറയുന്ന സൈബർ ആൾക്കാരുണ്ടല്ലോ, സൈബർ കൂട്ടങ്ങൾ, അത് റഹീമിൻ്റെ ലാംഗ്വേജിലേക്ക് ചുരുക്കിയിട്ട് സംഭവിച്ചത് എന്താണ്? ആ ചർച്ചയിൽ നിന്ന് വഴിമാറി. ഇവർ ഈ ചർച്ചയിൽ നിന്ന് വഴിമാറുന്ന പരിപാടിയാണ് എല്ലാ കാര്യത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് വയനാട്ടിൻ്റെ കാര്യത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഏതൊരു വിഷയമെടുത്താലും അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് രണ്ടും ഒരു മനോഭാവത്തിൻ്റെ അച്ചിൽ നിന്ന് വരുന്നതാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ കാണണം, അല്ലാതെ ചുമ്മാതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഇവർ പറയുന്ന ഒരു കാര്യത്തിനും, എന്ന് വെച്ചാൽ ഒരു കാര്യത്തിനും റീസണബിൾനെസ് ഇല്ല. ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇപ്പം വീട് അധികമാണല്ലോ. ഇപ്പം പണ്ട് ഇതേ വിഷയത്തിൽ തന്നെ ചർച്ച, റോണി കെ ബേബി പറഞ്ഞാൽ ഇപ്പോഴാണ് നമുക്ക് സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സ്ഥലം തരില്ല എന്ന് DYFIക്ക് അറിയാമായിരുന്നു. DYFIക്ക് ആ സംശയമില്ലായിരുന്നു സ്ഥലം കിട്ടുമോ ഇല്ലയോ. DYFI പിരിവ് നടത്തുമ്പം DYFIക്ക് ഈ പറയുന്ന സ്ഥലം കിട്ടില്ല എന്ന് അറിയാമായിരുന്നു. അവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് പണം കൊടുക്കുന്നതിനും അല്ലെങ്കിൽ വീട് പണിയുന്നതിൻ്റെ എഗ്രിമെൻ്റ് ഉണ്ടാക്കി അവർ ആ എഗ്രിമെൻ്റ് പുറത്തു വിട്ടു. ഇവരൊരു സ്ഥലം കിട്ടുമോ എന്ന് ഒരു ആപ്ലിക്കേഷൻ പോലും എഴുതി ചോദിച്ചിട്ടില്ല. എന്നിട്ട് മാനത്തെഴുതി, താങ്കൾ പറഞ്ഞ പോലെ മാനത്തെഴുതി കൂട്ടി തീരുമാനം എടുക്കുക ചെയ്തിട്ടുള്ളത്. സർക്കാർ നിങ്ങൾക്ക് വീട് വെക്കാനുള്ള സ്ഥലം തരുമോ ഇല്ലയോ എന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിയുക? നിങ്ങൾക്ക് അങ്ങനെ ഒരു അപേക്ഷ അവരുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇല്ല, എത്തിയിട്ടില്ല. അപ്പോൾ ചുമ്മാതെ എല്ലാ കാര്യങ്ങളും ചുമ്മാതെ പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലീഗ് സ്ഥലം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തർക്കങ്ങളും അതൊക്കെ കഴിഞ്ഞല്ലോ. എങ്ങനെയാണത് പറ്റിയത്? ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ശ്രമം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും നടന്നിട്ടില്ല. അവർ ശ്രമിച്ചത് മൊത്തം പിരിക്കാനാണ്. നല്ല വൃത്തിയായിട്ട് പിരിച്ചിട്ടുണ്ട്, പിരിച്ചതെല്ലാം പോക്കറ്റിലും വെച്ചിട്ടുണ്ട്.
അത് വി.ഡി. സതീശൻ പറഞ്ഞതിൻ്റെ പ്രശ്നം നമ്മൾ പറഞ്ഞാൽ അദ്ദേഹം പിരിച്ച കണക്കാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പണിയാൻ ഉദ്ദേശിക്കുന്ന കണക്കാ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അതിനെ അങ്ങനെ എടുത്താൽ മതി. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ സംസ്ഥാനത്തെ ജനങ്ങൾ, വയനാട്ടിലെ ജനങ്ങൾ, ഈ ബുദ്ധിമുട്ടി നിൽക്കുന്ന ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യം ഈ സർക്കാരിൻ്റെ ബോധ്യവും കൂടിയാണ്. അതിനനുസരിച്ചുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. ഈ പറഞ്ഞ ആൾക്കാരും പണം തന്നിട്ടില്ലെന്നോ അല്ലെങ്കിൽ അവിടെ CPM-ന്റെ പ്രോജക്റ്റ് ആണെന്നോ അങ്ങനെ പറയാൻ പറ്റുക? ഒരിക്കലും പറയാൻ പറ്റില്ല. സംസ്ഥാന സർക്കാരിൻ്റെ പ്രോജക്റ്റാണ്. DYFI കൊടുത്ത പണവും ഉൾപ്പെടെയുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രോജക്റ്റാണ്. DYFI പണം കൊടുത്തില്ല എങ്കിൽ, യൂത്ത് കോൺഗ്രസ് പണം കൊടുത്തില്ല എങ്കിൽ, കോൺഗ്രസ് പണം കൊടുത്തില്ല എങ്കിൽ, കർണാടകത്തിലെ കോൺഗ്രസ് പണം കൊടുത്തില്ല എങ്കിൽ ഈ സംസ്ഥാന സർക്കാർ പണിയത്തില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനാണോ ധാരണ? ഈ സംസ്ഥാന സർക്കാർ ഇവിടെ ആരും പണം കൊടുത്തില്ലെങ്കിലും പണിയും. പക്ഷേ ഇവരൊക്കെ പണം കൊടുക്കുമ്പം നമ്മൾ അതാ പറഞ്ഞു, ഒരു സംഘടനയുടെ ഒരു റോൾ അത് വഹിക്കുക എന്നുള്ളതൊന്ന്. പിന്നെ ഈ സംസ്ഥാന സർക്കാരിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളപ്പം അവർക്ക് ഒരു അഡീഷണൽ ഒരു ലീവേ കിട്ടും, ഒരു ശ്വാസം വലിക്കാൻ ഒരു സ്പേസ് കൂടെ കിട്ടും. കേന്ദ്ര സർക്കാർ ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് കൊടുത്തത്? മറ്റ് സംസ്ഥാനങ്ങൾ BJP-യുടെ എന്തെങ്കിലും പൊട്ടിത്തെറിക്കുമ്പം കിട്ടുന്ന കാര്യത്തിൻ്റെ 4 കാശ് നമുക്കിവിടെ കിട്ടിയിട്ടില്ല. അതിനെതിരെ ശബ്ദം ഉയർത്താൻ ആർക്കും ശക്തിയില്ല. ഇവിടുത്തെ പാർലമെൻറ്റ് മെമ്പർമാർ പോകുന്നവർക്ക് ആർക്കും മിണ്ടാൻ താല്പര്യമില്ല. അവർക്ക് എങ്ങനെയും ഏതെങ്കിലും കേസിട്ട് EDയും CBI ഒക്കെ വരിക എന്നുള്ളത് മാത്രമേ അവരുടെ താല്പര്യങ്ങളുള്ളൂ. ഇത് നമ്മൾ കാണുന്നതല്ലേ. പിന്നെ ഇതല്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ ഈ ന്യായങ്ങളും മുട്ടാത്തർക്കങ്ങളും ഒക്കെ പലപ്പോഴും വിജയിച്ചു പോകുന്നതിന് ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതൊന്നും പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഈ വിഷയം വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട ഇന്നത്തെ തർക്കം, വി.ഡി. സതീശൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞൊരു ചർച്ച ഇവിടെ നടക്കുമോ? ഞാൻ പറഞ്ഞു ഒരൊറ്റ ചാനലും ചർച്ച ചെയ്യത്തില്ല, കൈരളി മാത്രമേ ചർച്ച ചെയ്യത്തുള്ളൂ. അതേ സ്ഥാനത്ത് ഇത് പറഞ്ഞത് വേറെ ഏതെങ്കിലും ഒരു CPM നേതാവായിരുന്നെങ്കിൽ ഇന്ന് അത് മൊത്തം ചർച്ചയായി ബഹളമാക്കി ഒക്കെ ആക്കിയനെ. കാര്യം മാധ്യമങ്ങൾ മൊത്തത്തിൽ വിലക്കെടുക്കപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഈ സാഹചര്യം നിൽക്കുന്നത്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ പറയുന്നതും എത്താതെ വരുന്ന സാഹചര്യം ഉണ്ട് എന്നും കൂടെ എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കണം. ഞാൻ ആദ്യത്തെ ഞാൻ മടങ്ങി വരാം. പ്രൊഫസർ റോണി കെ ബേബി, ഏറ്റവും ആദ്യം തന്നെ താങ്കൾ ഈ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൽ സർക്കാർ സ്ഥലം കൊടുക്കില്ല, തരില്ല എന്നുള്ളത് 3 മാസം മുൻപ് മാത്രമാണ് പറഞ്ഞത് എന്നുള്ളതാണ് താങ്കളുടെയും പ്രതിപക്ഷത്തിന്റെ ഒന്നാകെ വാദം. പക്ഷേ അത് എത്ര കണ്ട സത്യമാണ് പ്രൊഫസർ റോണി കെ ബേബി? നമ്മുടെയൊക്കെ മുന്നിൽ അതിന്റെ വസ്തുതയുണ്ട്. ഏറ്റവും ആദ്യം തന്നെ ഈ ടൗൺഷിപ്പിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ വിളിച്ചൊരു അവലോകന യോഗമുണ്ട്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രതിപക്ഷ നേതാവ് യോഗത്തിൽ പങ്കെടുത്തിരുന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെയും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിൽ തന്നെ ഇത്തരം സംഘടനകൾ പിരിക്കുന്ന പണം അത് പണമായി വീട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ മറ്റൊരു സ്ഥലം ഏറ്റെടുപ്പ് ഉണ്ടാകില്ല, പകരം ഈ ഫണ്ടിലേക്ക് കൊടുക്കുകയാണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായി തന്നെ അറിയിച്ചിരുന്നു. മുൻപ് പറഞ്ഞതുപോലെ DYFI അതിന്റെ അടിസ്ഥാനത്തിലാണ് CMDRF-ലേക്ക് ഫണ്ട് കൊടുക്കുന്നത്, വീട് സ്വന്തമായി വെച്ച് നൽകുന്നില്ല എന്ന് തീരുമാനിച്ചത്. ആ യോഗത്തിന് ശേഷമാണ് പുറത്തു വന്ന വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ഈ CMDRF-ലേക്കൊന്നും സംഭാവന നൽകരുത് എന്ന് പിന്നീട് ആഹ്വാനം ചെയ്യുകയും ചെയ്തത്. അതായത് ആ യോഗത്തിൽ ഇത് കൃത്യമായി അറിയിച്ചിരുന്നു. വി.ഡി. സതീശൻ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അന്ന് തന്നെ ഇക്കാര്യം അറിഞ്ഞ വി.ഡി. സതീശൻ എന്തിനാണ് ഇപ്പോൾ 3 മാസം മുൻപ് മാത്രമാണ് ഇത് ഞങ്ങൾ അറിഞ്ഞത് എന്ന് പറയുന്നത്? ഇനി 3 മാസം മുൻപ് മാത്രമാണ് നിങ്ങൾ അറിഞ്ഞത് എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ 3 മാസം മുൻപ് മാത്രം നിങ്ങളത് എങ്ങനെയാണ് അറിഞ്ഞത്? ഇവിടെ ചോദിച്ചതുപോലെ വല്ല ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നോ സർക്കാരിന്? അതിനുള്ള മറുപടിയാണോ അത്? ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താ? യഥാർത്ഥ പ്രശ്നം സത്യത്തെ ഇവിടെ മൂടി വെക്കണം. ഇവിടെ പ്രളയം ഉണ്ടായപ്പോൾ ഇവിടെ നിരന്തര CPM പറഞ്ഞുകൊണ്ടിരുന്നത് പ്രളയ ഫണ്ട് മുഴുവൻ, അന്ന് ഞങ്ങൾ പറഞ്ഞ 1000 വീടായിരുന്നു, കോൺഗ്രസ് 1000 വീട് പണിത് കൊടുക്കുമെന്ന് പറഞ്ഞു. നിരന്തരമായിട്ടുള്ള സൈബർ ആക്രമണങ്ങള്, CPM നേതാക്കളുടെ പ്രസ്താവനകള്, എവിടെ പോയി 1000 വീട്? കൃത്യമായി തന്നെ KPCC-യുടെ ഫേസ്ബുക്ക് പേജിൽ ഉൾപ്പെടെ ഞങ്ങൾ പണിത 1047 വീടുകളുടെയും കൃത്യമായിട്ടുള്ള ലിങ്ക്, ഓരോ വീടിന്റെ ഉദ്ഘാടനം നടക്കുമ്പോഴുള്ള അതിന്റെ ഫോട്ടോ സഹിതം ഞങ്ങൾ അവിടെ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഇപ്പോൾ എന്താണ് അന്ന് CPM ഇതിന് വലിയ പ്രചരണം നടത്തിയത്? കാരണം 10,000 കോടി രൂപ അന്ന് ഈ പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരിക. അന്നുണ്ടായ തട്ടിപ്പുകളൊക്കെ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ പറയുണ്ടായി CMDRF ഫണ്ടിലേക്ക് കോൺഗ്രസ് പണം നൽകരുത് എന്ന് പറഞ്ഞു. ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന് നൽകിയ പണത്തിന്റെ അളവ്, അതായത് പ്രളയകാലത്ത് നൽകിയതിന്റെ 4/1 പോലും തുക ഈ വയനാട് വലിയ ദുരന്തം ഉണ്ടായപ്പോൾ സർക്കാർ ജീവനക്കാർ നൽകിയില്ല. ഈ സർക്കാർ ജീവനക്കാർ ബഹുഭൂരിപക്ഷം ആരാ? ഞങ്ങളുടെ NGO അസോസിയേഷൻകാരാണോ? NGO യൂണിയൻകാരാ? ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ പോലും, CPM-ന്റെ പ്രവർത്തകർ പോലും. അവര് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവർ സംഭാവന നൽകാതിരുന്നത്? അന്ന് 5000 കോടി കിട്ടിയ സ്ഥാനത്ത് ഇപ്പൊ കിട്ടുന്നത് 700-750 കോടി രൂപ കണ്ട. കാരണം എന്താ? കാരണം അതിന് വിശ്വാസം നഷ്ടമായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസം നഷ്ടപ്പെട്ടുപോയി.
പ്രളയ കാലത്ത് വലിയ തട്ടിപ്പുണ്ടായി. കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് കരുതിക്കൊണ്ട് ഒത്തിരി ആളുകൾ എന്ത് ചെയ്തറിയോ, നേരിട്ട് വയനാട്ടില് ഉള്ള രീതിയിലേക്കുള്ള ചാരിറ്റി പ്രവർത്തനത്തിലേക്ക് വിട്ടു. നമുക്കൊക്കെ ചുറ്റുപാട്ടിരിക്കാം. ഇവിടെ ബഹുമാനപ്പെട്ട റഫീഖ് അദ്ദേഹം എത്രയോ ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ഓരോന്നിനും മറുപടി ഉണ്ട്. ഇങ്ങനെ നിരന്തരം നുണ പറഞ്ഞ് അതാ പറയുന്നത്, കോൺഗ്രസിന് എംപിമാർ വല്ലതും നൽകിയോ? ഞങ്ങളുടെ മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുഴുവൻ എംപിമാരും ഒരു മാസത്തെ ശമ്പളം പരിശോധിക്കാൻ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് നൽകിയത്, KPCCയുടെ ഫണ്ടിലേക്കല്ല നൽകിയത്. മുഴുവൻ MLA മാരും മുഴുവൻ എംപിമാരും ഒരു മാസം. പിന്നെ ഞാൻ പറയാം, എംപിമാരാണ് നൽകിയിട്ടുള്ളത് പ്രൊഫസർ റോണി കെ ബേബി. അത് തെറ്റാണെങ്കിൽ അത് വിലയിരുത്താവുന്ന സംഗതിയാണ്, സബ്ജക്ട് ടു കറക്ഷൻ ആണ്. 2 എംപിമാരാണ് എന്റെ അറിവിൽ നൽകിയിട്ടുള്ളത്. പ്രിയങ്ക ഗാന്ധി നൽകിയോ? ഇന്ന് പ്രിയങ്ക ഗാന്ധി MP അല്ല. അറിയാലോ, വയനാട്ടിൽ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് പ്രിയങ്ക ഗാന്ധി MP അല്ല. അതിനുശേഷമാണ് പ്രിയങ്ക ഗാന്ധി 2024 MP ആയിട്ട് വരുന്നത്. പ്രിയങ്ക ഗാന്ധി നടത്തിയ ഇടപെടൽ നമ്മൾ ഇവിടെ ആരും അതിനെ വിസ്മരിക്കരുത്. കേന്ദ്ര ഗവൺമെന്റ് 1 രൂപ പോലും ഫണ്ട് നൽകാതിരുന്ന സമയത്താണ് പ്രിയങ്ക ഗാന്ധി MP ആയി. കൃത്യമായി ഞാൻ പറയാം, ജൂലൈ മാസം 2024 ജൂലൈ മാസം കൃത്യമായി ആ വിഷയം ലോക്സഭയിൽ ഉന്നയിച്ച് കേന്ദ്ര സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തി. ഇപ്പോൾ പലിശരഹിത വായ്പയാണെങ്കിൽ എന്താണെങ്കിൽ പോലും കേന്ദ്ര ഗവൺമെന്റ് ആ ഫണ്ട് റിലീസ് ചെയ്യുന്നത് ഇവിടെ പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടലിന് ശേഷമാണ്. അല്ലാതെ ഇവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നിരവധിയായ ആളുകൾ, ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ എത്രയോ തവണ ഡൽഹിയിൽ പോയി നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ചു. എന്തുകൊണ്ട് ഫണ്ട് റിലീസ് ചെയ്തില്ല? അപ്പോൾ ഈ കോൺഗ്രസ് ഒന്നും ചെയ്തില്ല എന്ന് നമ്മളിങ്ങനെ ഈ വ്യാജം അംഗീകരിച്ചു. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ട് കൊടുക്കാതിരുന്നത് പ്രിയങ്ക ഗാന്ധി ചെന്ന് ചോദിച്ചപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ കൊടുത്തു എന്നുള്ള പ്രൊഫസർ റോണി കെ ബേബിയുടെ വാദം ഞാൻ അംഗീകരിച്ചു. നല്ല കാര്യം. എന്തായാലും നമ്മുടെ നാട്ടിലേക്ക് ആ തുക വന്നാൽ മതിയല്ലോ പ്രൊഫസർ റോണി കെ ബേബി. എന്റെ ചോദ്യം അതല്ല. താങ്കൾ തന്നെ ഏറ്റവും ആദ്യഘട്ടത്തിൽ വലിയ വിമർശനമായി ഉന്നയിച്ചത് സർക്കാർ ഭൂമി നൽകിയില്ല. നോക്കൂ, അത് വാസ്തവമെങ്കിൽ എത്ര ഗുരുതരമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രതിപക്ഷ സംഘടന, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി വീടുകൾ വെച്ചു കൊടുക്കാൻ പോകുമ്പോൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഏറ്റവും അവസാനം ഇതാ നൽകില്ല എന്ന് സർക്കാർ പറഞ്ഞെങ്കിൽ അത് ഗുരുതരമാണ്. അതാണ് നിങ്ങളുടെ വാദം. പക്ഷെ എന്റെ ചോദ്യം, ആ ആദ്യത്തെ മീറ്റിംഗ് ആണ്, ആദ്യത്തെ അവലോകന യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലായിരുന്നു. അതിലാണ് എങ്ങനെയാണ് ഈ പ്രൊജക്റ്റിലേക്ക് സർക്കാർ കടക്കുന്നതെന്ന് വിശദീകരിച്ചത്. അതിൽ തന്നെ സർക്കാരിന്റെ നേതൃത്വത്തിലാണ് അവിടെ ടൗൺഷിപ്പിൽ വീടുകൾ വെക്കുന്നതെന്നും മറ്റ് സംഘടനകൾക്ക് ഡയറക്റ്റ് അവിടെ വെക്കാൻ പറ്റില്ല എന്നും അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് DYFI CMDRFിലേക്ക് തുക കൈമാറിയത്. അവരും വീട് വെക്കാനായിരുന്നു ആദ്യത്തെ തീരുമാനം. പിന്നീട് ഇങ്ങനെ മാറുന്നത് അങ്ങനെയാണ്. ആ യോഗത്തിലുണ്ടായിരുന്ന VD സതീശൻ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആളുകൾ വിശ്വസിക്കണോ? ഞാനിവിടെ കൃത്യമായി അതിനെ മറുപടി പറഞ്ഞു. ഞങ്ങൾ എന്തുകൊണ്ടാണ് CMDRF ഫണ്ടിലേക്ക് ഞങ്ങൾ പണം നൽകാതിരുന്നതിന് CMDRF അല്ല പ്രശ്നം. അത് താങ്കളുടെ വാദം ഞാൻ അംഗീകരിച്ചു. ആർക്കും വിശ്വാസമില്ല, ഞാൻ അംഗീകരിച്ചു. എന്റെ ചോദ്യം അതല്ല. അല്പം മുമ്പ് താങ്കളും അത് പറഞ്ഞു. 3 മാസം മുൻപ് മാത്രമാണ് സർക്കാർ ഭൂമി നൽകില്ല എന്നത് നിങ്ങൾ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഈ കാലതാമസം വന്നത് എന്നുള്ളതാണ്. അത് കളവാണ് എന്നതാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ യോഗം 1 വർഷം മുൻപ് നടന്ന യോഗത്തിൽ ഇക്കാര്യം അറിയിച്ചിരുന്നു. VD സതീശൻ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് DYFI വെച്ച് നൽകാൻ തീരുമാനിച്ച വീടുകൾ ഈ സ്ഥലമേറ്റെടുപ്പിന്റെ പ്രശ്നം വരും എന്ന് ആ യോഗത്തിൽ മനസ്സിലാക്കിയത് പ്രകാരം ഫണ്ട് നൽകിയത്. വീട് വെച്ച് ഡയറക്റ്റ് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചത്. അതിൽ പങ്കെടുത്ത VD സതീശൻ എങ്ങനെയാണ് അത് അറിയാതെ പോയത്? VD സതീശൻ അപ്പോൾ നിങ്ങളെയും പറ്റിച്ചു എന്ന് വേണ്ട കരുതാൻ. ഈ 2025 ജൂലൈ മാസം 28, 29 തീയതികൾ അതിന്റെ പ്രാധാന്യം എന്നുള്ള അസ്ഥിതിക്കറിയാം. ദുരന്തമുണ്ടായി 1 വർഷം തികഞ്ഞ ആ ഡേറ്റ് ആണ് 2025 ജൂലൈ മാസം അവസാനം എന്ന് പറയുന്നത്. ആ 1 വർഷം തികഞ്ഞിട്ട് പോലും സംസ്ഥാന സർക്കാരിന് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ. എന്തുകൊണ്ട്? സർക്കാരിന് ഒരു പ്രഖ്യാപനം പോലും കൃത്യമായി നടത്താൻ കഴിഞ്ഞില്ല. നമ്മളിവിടെ കണ്ടു, ചികിത്സയ്ക്ക് പോലും പണം കൊടുക്കാനായിട്ട് സർക്കാരിന് കഴിഞ്ഞില്ല. ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ വളരെ ദയനീയമായി പരാജയപ്പെട്ടു. കാരണം ഞാനിവിടെ സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടിയല്ല. കാരണം ഭൂമി നമ്മൾ ഏറ്റെടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ച സ്ഥലം, ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായി പറയട്ടെ. ഈ ഡോക്ടർ MG രാജമാണിക്യ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 5.5 ലക്ഷം ഏക്കർ സ്ഥലമാണ് വൻകിട തോട്ടങ്ങൾ നിയമവിരുദ്ധമായി ഒരു രേഖ പോലും ഇല്ലാതെ, പട്ടയമില്ലാതെ, ആധാരമില്ലാതെ പാട്ടത്തിനടുത്ത് ഭൂമി കൈവശം വെച്ചിരിക്കുന്നത്. അതിൽ ബഹുഭൂരിഷ സ്ഥലം എന്ന് പറയുന്നത് വയനാട്ടിലാണ്. വയനാട്ടിലെ ഹാരിസൺ മലയാളം ഉൾപ്പെടെ മെർക്കിൻസ്റ്റൺ എസ്റ്റേറ്റ് ഉൾപ്പെടെ എത്രയോ സ്ഥലങ്ങൾ അവരൊക്കെ ആധാരമില്ലാതെ. പക്ഷെ സർക്കാർ അവിടെയാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. നമുക്ക് ടൗൺഷിപ്പിലേക്ക് വേണ്ട കാര്യമില്ലായിരുന്നു. വളരെ കൃത്യമായി തന്നെ സമഗ്രമായി ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ, കാരണം ഈ ടൗൺഷിപ്പിലേക്ക് വരാൻ തന്നെ അതിനകത്തുള്ള പല ഈ ദുരന്ത ബാധിതർക്ക് അനുഭവിച്ചിട്ടുണ്ട്. അവർക്ക് അവിടെ തന്നെ നിൽക്കണമെന്ന് പല അഭിപ്രായങ്ങളുണ്ട്. കാരണം നമുക്കറിയാം അവരാണ് ഇരകളായി മാറിയവര്. കാരണം നമുക്ക് അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ടൗൺഷിപ്പിലേക്ക് വരാൻ തയ്യാറല്ലാതെ നിൽക്കുന്ന ഈ സർക്കാർ പറഞ്ഞ സ്ഥലത്ത് വീട് വാങ്ങുവാൻ തയ്യാറായി നിൽക്കുന്ന ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ, നിരത്തിയായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു? കാരണം
സർക്കാരിന് ഞാൻ അത് വിമർശനമല്ല പറയുന്നത്, കാരണം ഭൂമി ഏറ്റെടുക്കൽ എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ നടപടിക്രമമാണ്. സർക്കാരിന് ചെയ്യാമായിരുന്നു. അതെ അതെ, ആ ഇതുപോലെ പോയിന്റ് ഞാൻ പാട്ടക്കാലാവധി അംഗീകരിക്കുന്നു. പ്രൊഫസർ റോണി കെ ബി പറഞ്ഞതുപോലെ ആ ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറഞ്ഞ കുടുംബങ്ങൾ, ഞാൻ തുടക്കത്തിൽ ആ കണക്ക് പറഞ്ഞു, അവർക്ക് 15 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ഇനി അതും പോട്ടെ, അതും മാറ്റി നിർത്താം. വീട് വേണ്ട എന്ന് പറഞ്ഞവർക്ക് ടൗൺഷിപ്പിന് പുറത്ത് വീട് വെച്ച് കൊടുക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നത് വളരെ നല്ല കാര്യമാണ് പ്രൊഫസർ റോണി കെ ബേബി. അപ്പോൾ സർക്കാർ നൽകിയ എന്ത് ഉറപ്പിന്റെ പേരിലാണ് നിങ്ങൾ ഈ ഒരു വർഷത്തിലധികം കാത്തിരുന്നത്? സർക്കാർ ഭൂമി നൽകുമെന്ന് കാത്തിരിക്കുന്നത്, ആ ഉറപ്പ് എന്തായിരുന്നു? ശരി, ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചോട്ടെ. ഞാൻ കൃത്യമായി പറയാം. ഞാൻ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയല്ല നിൽക്കുന്നത്. ഒരു വർഷം പിന്നിട്ടിട്ടും സർക്കാരിന് ഒരു കല്ല് പോലും ഇടാനായിട്ട് സർക്കാരിന് കഴിയാതെ പോയത് എന്തുകൊണ്ടാ? സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാൻ കഴിയാതെ പോയത് അത് തന്നെയാണ്. എന്താണ് പ്രൊഫസർ റോണി കെ ബേബി? കഴിഞ്ഞ ദിവസം 250 വീടുകളുടെ വാർപ്പ്. ഞാൻ ഒരു വർഷത്തെ കണക്കാ പറഞ്ഞു. ഒരു വർഷം കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രോസസ്സിന്റെ കാലതാമസം അത് സർക്കാരിന്. ശരി ശരി, ആ ചോദ്യം താങ്കൾ അത് ചർച്ചയിൽ ഉന്നയിച്ച ചോദ്യം ഞാൻ റഫീഖിന് അത് കൈമാറും. അത് റഫീഖ് മറുപടി പറഞ്ഞോളും. ആവശ്യം പറഞ്ഞോട്ടെ. പക്ഷേ മറുപടി പറയണം. റഫീഖ് പറഞ്ഞ ഒരു കാര്യത്തിലെങ്കിൽ എനിക്ക് മറുപടി പറയാനുണ്ട്. റഫീഖ് പറഞ്ഞു, ഞങ്ങള് പിന്നെ KPCC ഈ ഫണ്ട് മുഴുവൻ വക മാറ്റി ആപ്പ് വഴി, ഞാൻ കൃത്യമായി ആ ആപ്പിൽ പണം കൊടുത്ത ആളാണ്. ആ ആപ്പിൽ കൃത്യമായി നമ്മൾ ഓരോരുത്തരും അതിന്റെ അകത്ത് പിന്നെ പൈസ ട്രാൻസ്ഫർ ചെയ്യും തന്നെ ടോട്ടൽ എമൗണ്ട് അത് കൃത്യമായി തന്നെ അതിന്റെ അകത്ത് വരുന്നുണ്ട്. ആ കണക്കുകളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെയുണ്ട്, സുതാര്യമായിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിച്ചു. എത്ര പണമാണ് നിങ്ങൾ പിരിച്ചതെന്ന് പറയാൻ പറ്റുമോ? അത് കൃത്യമായി തന്നെ അത് ഞാനല്ല പറയേണ്ടത്, അത് KPCC ഉത്തരവാദിത്തപ്പെട്ട അതെല്ലാം ബാങ്ക് അക്കൗണ്ടിൽ തന്നെയുണ്ട്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ രഹസ്യമായി പ്രവർത്തിക്കുന്ന സംഘടനയൊന്നുമല്ല. ഇവിടെ പരസ്യമായി തന്നെ പ്രവർത്തിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തന്നെ അതിന് കൃത്യമായി തന്നെ പ്രത്യേക ബാങ്ക് അക്കൗണ്ടുകളാണ് അന്ന് ഉണ്ടാക്കിയത്. പരസ്യപ്പെടുത്തിയോ? ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച പണമാണല്ലോ, നിങ്ങൾ പരസ്യപ്പെടുത്തിയോ? അതൊക്കെ ആവശ്യമായ അതിന്റെയൊക്കെ കൃത്യമായ കണക്കുകളുണ്ട്. ആവശ്യങ്ങൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. ഒരു കാര്യങ്ങൾ മാത്രം കൂട്ടിച്ചേർത്തത് യൂത്ത് കോൺഗ്രസ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം പറയാം. 1,05,00,000 രൂപ ഒരാഴ്ചക്കുള്ളിൽ തന്നെ യൂത്ത് കോൺഗ്രസ് KPCCക്ക് കൈമാറാൻ പോവുകയാണ്. ഞങ്ങൾ ഈ 100 വീടുകൾ ഞാൻ ചോദിച്ചോട്ടെ, മുൻപ് ആ കണക്ക് 80 ലക്ഷമായിരുന്നു. അതെങ്ങനെയാണ് ഇപ്പോൾ 1 കോടി ആയത്? അതിനുശേഷം ആ 80 ലക്ഷത്തിന് ശേഷം പിന്നീട് നടന്ന പിരിവാണോ? അറിയാൻ വേണ്ടിയാണ് കേട്ടോ. ഞാൻ കൃത്യമായി പറയാം. കാരണം ഞങ്ങൾ 140 അസംബ്ലി കമ്മിറ്റികൾ, ആ കമ്മിറ്റികൾക്കായിരുന്നു ഞങ്ങൾ കൃത്യമായി ഇത്ര കോട്ട വെച്ച് നിങ്ങൾ ഇത്ര രൂപ വെച്ച് പിരിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം പിന്നെ ഏറ്റവും കുറച്ച് കമ്മിറ്റികളൊക്കെ നമുക്കറിയാമല്ലോ, എല്ലാ പാർട്ടിയുടെയും ഉള്ള ബലഹീനതകളൊക്കെ നമുക്കറിയാം. അപ്പൊ അത് പ്രോമിസ് ചെയ്തിരുന്ന ചില കമ്മിറ്റികൾ ഞങ്ങൾക്ക് അന്ന് ആ പണം നൽകിയിരുന്നില്ല. പക്ഷെ ഈ ഒരു വിഷയം ഞങ്ങൾ വന്നപ്പോൾ കൃത്യമായി ഫണ്ട് കൈമാറണമെന്ന് കൃത്യമായ നിർദ്ദേശം വന്നപ്പോൾ അന്ന് ഫണ്ട് നൽകാതിരുന്ന കമ്മിറ്റികളോട് കൂടി കൃത്യമായി നിങ്ങൾ പണം നൽകണം, അല്ലെങ്കിൽ അതിനകത്ത് നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോഴാണ് അന്ന് പണം നൽകാതിരുന്ന കമ്മിറ്റികൾ കൂടി പണം നൽകിയാണ് 1,05,00,000 രൂപ. പ്രൊഫസർ റോണി കെ ബേബി, കെ റഫീഖ, പ്രൊഫസർ റോണി കെ ബേബി ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച ആരോപണം ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് സർക്കാർ കാലതാമസം വരുത്തിയെന്നുള്ളതാണ്. രണ്ടാമത് ആവർത്തിച്ച് ചോദിച്ചിട്ടും അദ്ദേഹം ആ വിഷയത്തിലേക്ക് വന്നില്ല. ഇന്നിപ്പോൾ ഇതാ പ്രതിപക്ഷ നേതാവും പറഞ്ഞത് അത് തന്നെയാണ്. ഒരു കളവ് 100 പ്രാവശ്യം പറയുമ്പോൾ കേൾക്കുന്ന ആൾ ഇത് സത്യമാണ് എന്ന് കരുതുമല്ലോ. അതാണ് ഈ കാര്യത്തിലും സംഭവിച്ചത്. നോക്കൂ കെ റഫീഖ്, അങ്ങനെ ഒരു ഉറപ്പ് ഭൂമി നൽകാം ടൗൺഷിപ്പിനുള്ളിൽ, അല്ലെങ്കിൽ ഭൂമി കണ്ടെത്തി കൊടുക്കാം സർക്കാർ എന്നൊരു ഉറപ്പ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് സർക്കാർ നൽകിയിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് താങ്കൾ ഉൾപ്പെടുന്ന സംഘടന DYFI അതിന് കാത്തു നിൽക്കാതെ പണം നേരിട്ട് കൈമാറി? സർക്കാർ അങ്ങനെ ഒരു ഉറപ്പ് ഒരാൾക്ക് കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, സർക്കാർ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി വ്യക്തമായി യോഗത്തിൽ മാത്രമല്ല പരസ്യമായി ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സർക്കാർ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു. അതായത് എല്ലാ പാർട്ടികളുടെയും അതുപോലെ സർവകക്ഷി യോഗവും അതുപോലെ വിവിധ സംഘടനകളുടെ യോഗവും എല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് ഇതേ സംബന്ധിച്ച് എന്താണ് ഇതിലെ നിലപാടെന്ന് വ്യക്തമാക്കിയതാണ്. അത് നമ്മൾ ദുരന്തമുണ്ടായി കുറഞ്ഞ 2-3 മാസങ്ങൾ കൊണ്ട് തന്നെ ഈ യോഗം വിളിച്ചു ചേർത്ത് ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ്. അതിൽ വ്യക്തമാക്കിയത് ടൗൺഷിപ്പിന് വേണ്ടി 2 സ്ഥലങ്ങൾ നോക്കുന്നു. അതൊന്ന് മേപ്പാടിയിലെ അടുത്ത പ്രദേശമാണ്, മറ്റൊന്ന് കൽപ്പറ്റയിലെ പ്രദേശമാണ്. എണ്ണത്തിനനുസരിച്ച് അത് 2 സ്ഥലത്തേക്കും വരും. അങ്ങനെ പിന്നീട് ദുരന്തബാധിത യോഗം വിളിച്ചു. ദുരന്തബാധിത യോഗം വിളിച്ചപ്പോൾ ദുരന്തബാധിതർ ആവശ്യപ്പെട്ടത് ഒരു സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് താമസിക്കണം, ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടവരാണ്, ഞങ്ങൾ ഒരുപാട് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഞങ്ങളിൽ അവശേഷിക്കുന്ന എല്ലാവരും പരസ്പരം സ്നേഹത്തോടെ കഴിയാൻ കഴിയുന്ന നിലയിലുള്ള ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ മാറ്റണം. അങ്ങനെയാണല്ലോ ഈ സ്ഥലത്തേക്ക് മാറ്റിയത്. അതിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാർ കണ്ടെത്തിയ സ്ഥലം എവിടെയാണ്? വയനാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സായ കൽപ്പറ്റ ടൗണിലാണ് ഈ സ്ഥലം. വന്നവർക്കറിയാം.
അപ്പൊ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് കേട്ടു, ചില ആളുകൾ വീട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ പോകുന്നുണ്ട് എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നേരത്തെ 15 ലക്ഷം നിങ്ങൾ അവതാരക പറഞ്ഞതുപോലെ 15 ലക്ഷം ആദ്യം ചിലരുടെ എല്ലാം തെറ്റായ പ്രചാര വില കേട്ട് ചില ആളുകൾ ദുരന്തബാധിതർ 15 ലക്ഷം രൂപ വാങ്ങി തിരികെ പോയിട്ടുണ്ട്. ആ ആളുകൾ ഇപ്പൊ സർക്കാരിലേക്ക് അപേക്ഷ കൊടുത്തിരിക്കുക. കുറെ പേർ ഞങ്ങൾ 15 ലക്ഷം തിരികെ തരാം, ഞങ്ങൾക്ക് ഈ വീട്ടിലേക്ക് ടൗൺഷിപ്പിലേക്ക് തന്നെ വരണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്ത ഒരുപാട് പേരുണ്ട്. സർക്കാരിൻ്റെ ഭാഗമായ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളവരെ വന്ന് കാണുകയാണ്, നിങ്ങളൊന്ന് സർക്കാരിൽ പറയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങളവരെ വന്ന് കാണുകയാണ്. ആളുകൾ സർക്കാരിലേക്ക് അപേക്ഷ കൊടുത്തിരിക്കുന്നു. ഈ രൂപത്തിലേക്ക് മാറി അത്രയും മനോഹരമായി ടൗൺഷിപ്പ് നിർമ്മിച്ചുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് ആ ഘട്ടത്തിൽ തന്നെ, ആദ്യ ഘട്ടത്തിൽ തന്നെ സർക്കാർ പറഞ്ഞു ടൗൺഷിപ്പിന്റെ ഭാഗമായി എല്ലാവരും ചേരണമെന്ന് അഭ്യർത്ഥിച്ചു. ഈ ടൗൺഷിപ്പിൽ ഓരോ ആരൊക്കെ പണം തരുന്നോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വീട് നിർമ്മിക്കും. അത് സ്വാഭാവികമായിട്ടും സർക്കാരാണ് നിർമ്മിക്കുക. ഇന്ന് ഡിവൈഎഫ്ഐ പണം കൊടുത്താൽ ഡിവൈഎഫ്ഐയുടെ പേരിലല്ല നിർമ്മിക്കുക, പക്ഷേ സർക്കാരാണ് നിർമ്മിക്കുക. പക്ഷെ അതിന്റെ ഇന്ന് 100 വീടുകൾ ഡിവൈഎഫ്ഐയുടെ വകയാണ് എന്നത് അവിടെ കൃത്യമായി അടയാളപ്പെടുത്തും. ഈ വീടിന്റെ മുകളിലല്ല അടയാളപ്പെടുത്തുക, ആളുകളോട് പറയുന്ന നിലയുണ്ടാവും എന്ന് പൊതുവെ പറഞ്ഞു. അതേപോലെ കോൺഗ്രസിനോട് അഭ്യർത്ഥിച്ചു, മറ്റ് സംഘടനകളോട് അഭ്യർത്ഥിച്ചു, മറ്റ് ഈ ടൗൺഷിപ്പിന്റെ ഭാഗമായി ചേരണം. ഇതിന്റെ ഭാഗമായി ചേർന്നവർക്ക് ഈ ടൗൺഷിപ്പിൽ വീട് വെക്കുന്ന നിലയാണ് ഉണ്ടാവുക. ഇതാണ് കൃത്യമായി പറഞ്ഞ കാര്യം. അല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് സ്ഥലം എടുത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനില്ല. സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. സർക്കാരിന് ആവശ്യപ്പെട്ടാൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. സർക്കാരിന്റെ ഭാഗമായതിൽ ചേരുക എന്ന നിലപാടാണ് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ബാലിശമായ ഓരോ വാദം പറയാൻ, ഓരോ ദിവസവും ഓരോ വാദമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്നതിന്റെ ഒരു കാര്യം അദ്ദേഹത്തിന് ആകെ ഒരു വിഭ്രാന്തിയിലായിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പുനർജറിയും പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ബന്ധമെല്ലാം വളരെ കൃത്യമായി പുറത്തു വരികയാണല്ലോ. അദ്ദേഹം അനധികൃതമായി വിദേശ പണം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മണപ്പാട്ട് ഫൗണ്ടേഷൻ, ആ ഫൗണ്ടേഷനുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഉൾപ്പെടെ പുറത്തു വരികയാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം വരുമ്പോൾ, അതുപോലെ തന്നെ ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ കൃത്യമായി ജനങ്ങൾക്ക് മുമ്പിൽ വരുമ്പോൾ ഇതിന് മറുപടി ഇല്ലാതാകുമ്പോൾ ഇത്തരത്തിലുള്ള വാദം ഉന്നയിക്കുകയാണ്. ഒന്ന്, ഇവിടെ പറഞ്ഞൊരു കാര്യമാണ് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കാണേണ്ട വിഷയം എന്താ? സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ ഇന്നും സൈറ്റിൽ ലഭ്യമാണ്. എത്ര പണം ആരിൽ നിന്നെല്ലാം വന്നു CMDRFന്റെ സൈറ്റിൽ ഇപ്പോൾ നിങ്ങൾ കയറിയാൽ കിട്ടും. അതെന്തിനൊക്കെ ചെലവഴിച്ചു സർക്കാരിന്റെ സൈറ്റിലുണ്ട്. അവിടെ അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കോൺഗ്രസ് ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ടാണല്ലോ പണം ശേഖരിച്ചത്. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു ഞങ്ങൾ കോൺഗ്രസിന്റെ KPCC അങ്ങ് പ്രഖ്യാപിക്കും, KPCയുടെ ആളുകൾ പറയും എന്ന രൂപത്തിലൊക്കെ പറയുന്നുണ്ട്. ഇവർ ശേഖരിച്ചത് കോൺഗ്രസിന്റെ ഫണ്ടല്ല, ഇവർ ശേഖരിച്ചത് ജനങ്ങളിൽ നിന്നാണ്. ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച ഫണ്ടാണ്. ജനങ്ങൾക്കറിയാനുള്ള അവകാശമുണ്ട്. എന്താ ഇവർ പറയാത്തത്? കോൺഗ്രസ് പാർട്ടിക്കാർക്ക് പോലും അറിയില്ലല്ലോ, കുറഞ്ഞ ആളുകൾക്കല്ലേ അറിയുള്ളൂ. ഇനി ഇവർ പറയുന്നത് ഇത്ര എമൗണ്ട് ആണെന്ന് പറയുന്നു, അത് വിശ്വസിക്കില്ലാതെ മാർഗമില്ലല്ലോ. യൂത്ത് കോൺഗ്രസിന്റെ തന്നെ പല ഘട്ടത്തിൽ പണം മാറി വന്നല്ലോ. അത് അവർ പറയുന്നത് വിശ്വസിക്കില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കാണേണ്ടത് ഇപ്പൊ അത് യൂത്ത് കോൺഗ്രസിന്റെ KPCC കൈമാറുന്ന പറയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ KPCC കൈമാറുമെന്ന് പറഞ്ഞല്ല അവർ പണം ശേഖരിച്ചത്. 30 വീട് ഡിവൈഎഫ്ഐ 25 വീട് പ്രഖ്യാപിച്ചപ്പോൾ അതിനേക്കാൾ 5 എണ്ണം കൂട്ടിയടിച്ച് 30 വീട് എന്ന് പ്രഖ്യാപിച്ചവരാണ് ഇവർ. 30 വീട് പ്രഖ്യാപിച്ചാണ്. എവിടെ യൂത്ത് കോൺഗ്രസിന് 30 വീട്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റഫീഖ് ഏറ്റവും അവസാനം പറഞ്ഞത്. ഡിവൈഎഫ്ഐ 25 വീട് പ്രഖ്യാപിക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് 30 വീടെന്ന് പ്രഖ്യാപിക്കുന്നത്. 30 വീടുകൾക്കായുള്ള പണപ്പിരിവാണ് നടന്നുകൊണ്ടിരുന്നത്. ആ ഫണ്ടിലാണ് യൂത്ത് കോൺഗ്രസ് പിന്നീട് തട്ടിപ്പ് നടത്തിയെന്നൊക്കെയുള്ള ആക്ഷേപം അവർക്കുള്ളിൽ നിന്ന് തന്നെ വന്നത്. പിന്നീടാണ് വാർത്തകളൊക്കെ ആകുന്നത്. ഇന്നിപ്പോൾ നോക്കൂ, ആ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ എവിടെ പോയി, എന്ത് സംഭവിച്ചെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പിന്നീട് വന്ന അധ്യക്ഷനും T സിദ്ദീഖിന്റെ മാതൃകയിൽ ഓരോ ഡേറ്റ് ഓരോ സംഖ്യയൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ KPCCയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും കൂടെ ചേർത്ത് 100 വീട് എന്ന് VD സതീശൻ പറയുകയാണ്. ആപ്പുണ്ടെന്ന് പറയുന്നു, കണക്കുണ്ടെന്ന് പറയുന്നു. പക്ഷെ താങ്കൾ മുൻപ് പറഞ്ഞതുപോലെ ഒരു ചോദ്യവും തിരിച്ചുണ്ടാകുന്നില്ല എന്നുള്ളത് ഇവർക്ക് എത്ര വലിയ സൗകര്യമാണ്. അഡ്വക്കേറ്റ് L ലാൽകുമാർ, നോക്കൂ, ജനങ്ങളുടെ പണമാണ് പിരിച്ചത്. അത് വയനാട്ടിലായിക്കോട്ടെ, പരവൂരിലായിക്കോട്ടെ. അല്ല, അത് വളരെ അത് ഇവർ അക്കൗണ്ടബിൾ അല്ലെന്നേ. ഇവർക്ക് എന്ത് വേണമെങ്കിൽ ഈ സംസ്ഥാനത്ത് ഇപ്പോൾ ചെയ്യാമെന്ന് പറയുന്ന സാഹചര്യമുണ്ട്. എത്ര ചോദ്യങ്ങൾ നമുക്ക് ഇവരോട് ചോദിക്കാനുണ്ട്. ആ അത്രയും ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ പോലും മാധ്യമങ്ങൾക്ക് ഒരു താല്പര്യമില്ല. നോക്കൂ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്ന ഒരു ചർച്ചയായിരുന്നല്ലോ ശബരിമലയുമായി ബന്ധപ്പെട്ട്. ഇന്ന് കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശത്തിന് MP രാജേഷ് വലിയൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ലൈവ് കൊടുക്കുമ്പോൾ കാണിക്കുമായിരിക്കും, പിന്നെ കാണിക്കില്ല. നിങ്ങൾ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളൊക്കെ തുറന്നു നോക്കൂ, അത് കാണിക്കുന്നുണ്ടോ എന്ന്. അദ്ദേഹം എത്ര കൃത്യമായിട്ടാണ് അത് പറഞ്ഞത്. ഒരു കാര്യം പോലും പുറത്തു വരുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ ചർച്ചക്കകത്തിരുന്ന് ഇവിടെ നാൾ പറഞ്ഞതാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ആൾക്കാരെ കുത്തിക്കയറ്റുന്നു.
ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാരൻ പറഞ്ഞാണ്. നമ്മൾ രണ്ടുകൂടല്ലേ ചർച്ചയ്ക്ക് ഇരുന്നത്. അന്ന് നമ്മൾ പറഞ്ഞത് എന്താണ്? ഹൈക്കോടതി SIT തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കയറണമെങ്കിൽ SITയുടെ പെർമിഷൻ ഇല്ലാതെ പറ്റില്ല. ആ വാദം ലംഘിക്കത്തക്ക രീതിയിൽ വലിയ ഒച്ച വെച്ച് പോയി എന്നുള്ളതല്ലാതെ അതെല്ലാം ഇവിടെ ഒച്ച വെച്ചു, നമ്മൾ തിരിച്ച് മറുപടി പറയാൻ ശ്രമിക്കുന്നു. മറ്റിടത്തൊന്നും ഒരിക്കലും അത് പറ്റില്ല. മറ്റിടത്ത് സമ്മതിക്കത്തില്ല മറുപടി പറയാൻ. അതുപോലെയാണ് വാർത്തകൾ നമുക്ക് കൊടുക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തകരുടെ എല്ലാ സ്ക്രീനുകളും നോക്കിയാൽ മനസ്സിലാവും. 100 UDF എന്നുവെച്ചാൽ UDF 100 എന്ന് പറയുന്ന കാര്യം മാധ്യമങ്ങൾ അതാ 100 എടുത്തെടുത്ത് കാണിച്ച് ഇത് UDF 100 നേടാൻ പോവുകയാണെന്നുള്ള രീതിയിലേക്കാണ് ഇവിടെ ചർച്ച കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഞാനതല്ലേ പറഞ്ഞു, ഇവരെയൊക്കെ എന്നെ പർച്ചേസ് ചെയ്ത് കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. അടുത്ത് ഇവിടെ 1-2 വിഷയങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ടും നോക്കൂ, ഇതൊരു മാസ്റ്റർ പ്ലാനാണ്, ചെറിയൊരു കാര്യമല്ല. ഇറ്റ് ടേക്സ് ടൈം, മനസ്സിലായില്ലേ? അത് ഫണ്ട് പിരിക്കാൻ ഉള്ള സമയം പോലെ അല്ല മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക എങ്ങനെയെന്നുള്ളത്. അതിൻ്റെ ഡിലേ ഒബ്വിയസ്ലി വന്നിട്ടുണ്ടാവും. പിന്നെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണവുമായി ബന്ധപ്പെട്ട് നോക്കൂ, പ്രളയം എന്ന് പറഞ്ഞാൽ 2018 പ്രളയം എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് ഒരുമാതിരിപ്പെട്ടടുത്തെല്ലാം വലിയ ആഘാതം ഏൽപ്പിച്ച സ്ഥലമാണ്. പത്തനംതിട്ട ജില്ല, ഈ പറയുന്ന കോട്ടയം ജില്ല, പല സ്ഥലങ്ങളിലും, ഇടുക്കി ജില്ലയിൽ, അല്ലെങ്കിൽ നമ്മൾ എത്രയോ കണ്ടതാണ്. വളരെ വലിയ രീതിയിൽ വലിയ ആംപ്ലിറ്റ്യൂഡിൽ നിന്നിടുന്നൊരു വിഷയമാണ്. അതുപോലെയാണോ യഥാർത്ഥത്തിൽ ഒരു കമ്പാരിസൺ നടത്താൻ പറ്റുന്നതാണോ വയനാട്ടിൽ വലിയ ദുരന്തമാണെങ്കിൽ പോലും, വലിയ മരണസംഖ്യ ഉണ്ടായെങ്കിൽ പോലും അതൊരു ലോക്കലൈസ്ഡ് സാധനമായിരുന്നു. ഇത് മറ്റേ സംസ്ഥാനത്ത് മൊത്തം ഉണ്ടായി എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ ലോജിസ്റ്റിക്സിനും മറ്റുള്ള കാര്യങ്ങൾക്കും കൂടുതൽ ചിലവാണ്, ഫണ്ട് കൂടുതൽ ആവശ്യമാണ്. അങ്ങനൊരു സാഹചര്യത്തിൽ കൂടുതൽ പണം നൽകും. ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ ഒരു വിമർശനാത്മകമായി പറയുകയാണ്, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പണം കുറഞ്ഞുപോയി ആയിരിക്കാം, പോസിബിളാണ്. കാര്യം കേരളത്തിൽ സംഘപരിവാറും നിങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കിയത് നോക്കൂ. കേരളത്തിൽ പ്രളയം നടന്നപ്പം പ്രൈം മിനിസ്റ്ററിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിലേക്ക് പൈസ അയച്ച ആൾക്കാരുണ്ട് ഇവിടുന്ന്, അറിയോ? കാര്യം പ്രധാനമന്ത്രിയാണ് ഞങ്ങൾക്ക് വിശ്വാസം, അത് നമ്മളിലേക്ക് ഒരിക്കലും വരില്ല എന്നറിഞ്ഞിട്ടും ഇവർ ചെയ്തതല്ലേ ഇത്. സംസ്ഥാനം കുറേ നാളുകളായി പറയുന്നത് പണം നമുക്ക് കിട്ടില്ല, കേന്ദ്രം നമുക്ക് പണം തരുന്നില്ല എന്ന് പറയുമ്പം പ്രൈം മിനിസ്റ്ററിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലേക്ക് പണം അയച്ചിട്ട് നമ്മൾ എന്ന് കിട്ടാനാണത്? അടുത്ത വന്നൊരു വിഷയം നോക്കൂ, നമ്മൾ കുറേ ചർച്ചകളിൽ ഇരുന്നതാണ്, അത് അസിത വഴങ്ങി കൊടുക്കാൻ പാടില്ലാത്തൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു. നോക്കൂ, സോണിയാഗാന്ധി പോയി കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ എന്നുള്ള വാദം ഞാൻ അംഗീകരിച്ചു. അങ്ങനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഈ സംസ്ഥാനം ഓരോ കാര്യത്തിനും കണക്ക് രേഖപ്പെടുത്തി ഓരോരുത്തരും ഈ പറയുന്ന ഓരോ മൂവുകളും മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി പോയി കാണുന്നു, മറ്റു മന്ത്രിമാർ പോയി കാണുന്നു. അതിന് അവസാന റൗണ്ട് വന്ന് ഒരാൾ വന്ന് ഒരു തള്ളു തള്ളി എന്ന് പറഞ്ഞാൽ ആ തള്ളയിലാണ് ഇത് മൊത്തം കിട്ടിയെന്ന് പറഞ്ഞാൽ അത് തൊണ്ട തുടങ്ങാൻ വിഴുങ്ങാനിരിക്കുകയല്ല നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യമുള്ളൂ ചോദ്യം, പ്രിയങ്കാ ഗാന്ധി വരുന്നതിന് മുമ്പ് അവിടെ ആരായിരുന്നു പാർലമെൻറ്റ് മെമ്പർ? രാഹുൽ ഗാന്ധി അല്ലായിരുന്നോ? എന്നാൽ രാഹുൽ ഗാന്ധിക്ക് നേരത്തെ പോയാൽ പൈസയും മേടിച്ചു തരാൻ വയ്യായിരുന്നോ? അതെന്നാ രാഹുൽ ഇപ്പം ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലെ സാഹചര്യത്തിൽ പ്രിയങ്കാ ഗാന്ധിയെക്കാട്ടിലും ശക്തൻ രാഹുൽ ഗാന്ധിയല്ലേ? രാഹുൽ ഗാന്ധിക്ക് അവിടെ പോയി എന്നാൽ ഈ പൈസ ഇതാ നേരത്തെ നിതിൻ ഗഡ്കരിയെ മറ്റവരെയൊക്കെ കണ്ട് ഇവർ ചെയ്തതുപോലെ പ്രിയങ്കാ ഗാന്ധി ചെയ്തതുപോലെ ചെയ്യാമായിരുന്നല്ലോ. ഇതിലും ശക്തിയിൽ നേരത്തെ പണം കിട്ടുമായിരുന്നല്ലോ. അത് നിങ്ങളുടെ ക്രെഡിറ്റിലോട്ട് അങ്ങ് എടുക്കാനുള്ളൊരു ശ്രമമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ ഒരു നറേറ്റീവാണ്. പ്രിയങ്കാ ഗാന്ധി പോയി കണ്ടതിന് ഒരു ഇഫക്റ്റ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എത്ര പേര് പോയി കണ്ടാലും, ഇവിടുന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പോയി കണ്ടാലും മറ്റാര് പോയി കണ്ടാലും അതിന് ഈ സംസ്ഥാനത്തിന് വേണ്ടിയാണെങ്കിൽ ഒരു ഇഫക്റ്റ് ഉണ്ടെന്നുള്ളതാണ്. ഞാൻ അങ്ങനെ തന്നെ അതിനെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ കുഴപ്പം ഇത്രയും നാളും എടുത്ത പണി നിങ്ങളൊന്നും വിചാരിച്ചിട്ട് നടന്നില്ല. അതേ സ്ഥാനത്ത് ഈ പറയുന്ന പ്രിയങ്കാ ഗാന്ധി പോയപ്പോൾ കിട്ടിയല്ലോ. അപ്പോൾ എൻ്റെ ചോദ്യം, എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പോയി ചോദിച്ചില്ല എന്നുള്ളതിന് മറുപടി നിങ്ങളപ്പോൾ പറയണം, വേണ്ടേ? ചുമ്മാതെ ഈ പറയുന്ന ഓരോ ന്യായം പറയുകയാണെന്നുള്ളതാണ്. ഇവിടുത്തെ സംസ്ഥാനത്തുള്ള ആൾക്കാർ കണക്കുണ്ടാക്കി കൊടുത്ത് മൊത്തം പരിപാടി നടത്തി വെച്ച് അവസാനം പോയി ഒരു തള്ളു തള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വഴിയാണ് പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനിരിക്കുകയല്ല നമ്മൾ. ഞാൻ നിർത്തി. ശരി. റഫീഖ് കൈ ഉയർത്തുന്നുണ്ടായിരുന്നു. ചെറിയ കാര്യമാണെങ്കിൽ പറഞ്ഞോളൂ റഫീഖ്, ഒരു ഇടവേള വേണം. ചുരുക്കി പറഞ്ഞോളൂ. ഒരു കാര്യം, അതായത് നേരത്തെ ഇവിടെ ഈ കോൺഗ്രസിന്റെ പ്രതിനിധി ചർച്ചയിൽ എത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലാണ് പറഞ്ഞത്. കോൺഗ്രസിന്റെ MLA-മാരെല്ലാം പണം കൊടുത്തു എന്നാണ്. കൃത്യമായി അതിൽ എണ്ണം വെച്ച് പറയാൻ അദ്ദേഹം തയ്യാറുണ്ടോ? ആകെ 18 MLA-മാർ കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞു. MP മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ MLA-മാർ കൊടുത്തു. 18 MLA-മാരാണ് കൊടുത്തത് UDF-ന്റെ ഭാഗമായി. ആ 18 MLA-മാരിൽ 15 പേരും കോൺഗ്രസിന്റെ MLA-മാരല്ല, കേവലം 3 പേരേ ഉള്ളൂ.
അത് അദ്ദേഹം വസ്തുത മനസ്സിലാക്കി പറയണം. ഒന്ന്. രണ്ട്, ഇവിടെ രാഹുൽ ഗാന്ധി ഇടപെട്ടിട്ടാണ് ഈ കർണാടകത്തിന് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ വയനാടിന്റെ ഒരു വിഷയം തന്നെ പറയാം. രാത്രി യാത്രാ നിരോധനം കർണാടക സർക്കാർ നടപ്പിലാക്കിയതാണ്. എന്നാൽ ആ നിരോധനം പിൻവലിക്കാൻ എന്തേ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടൊന്ന് തയ്യാറാക്കി തരുമോ? എന്തേ വയനാട്ടുകാരുടെ ആ പ്രശ്നം പരിഹരിക്കാത്തത്? അതുകൊണ്ട് ഇങ്ങനെയുള്ള ബാലിശമായ വാദങ്ങൾ പറയുകയാണ്. വയനാടിന്റെ MP ഒരു നയാ പൈസ കൊടുത്തു, അത് പറയാൻ തയ്യാറുണ്ട് അദ്ദേഹം. MP ഫണ്ടിൽ നിന്ന് കൊടുക്കാലോ, കൊടുത്തിട്ടില്ലല്ലോ. അത്തരത്തിലുള്ള ബാലിശമായ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കും. ഒരു കാര്യം കൂടെ പറയുന്നു. CMDRFുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ തുടങ്ങി ഇങ്ങോട്ടേക്ക് നടത്തിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഒന്ന്, രക്ഷാപ്രവർത്തനം. രണ്ട്, ആശുപത്രിയിലായവർക്ക് 55,000 രൂപ വരെയുള്ള ചികിത്സ കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യം. ക്യാമ്പിൽ കഴിഞ്ഞ 1200 പേർക്ക് 10,000 രൂപ വെച്ച് ആദ്യഘട്ടത്തിൽ കൊടുത്തത്. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപ വെച്ച് കൊടുത്തത്. പ്രതിദിനം ഓരോ കുടുംബത്തിലും 3 പേർ വരെയുള്ളവർക്ക് 300 രൂപ വെച്ച് പ്രതിദിനം വരുമാനം എന്ന നിലയിൽ കൊടുത്തത്. സർക്കാരിന്റെ ഭാഗമായി വാടക വീടുകൾ കണ്ടെത്തി 6,000 രൂപ വെച്ച് സർക്കാർ വാടക കൊടുത്തത്. കുടുംബശ്രീ മുഖാന്തരം സ്ത്രീകൾക്ക് തൊഴിലവസരം എന്ന നിലയിലേക്ക്, ദുരന്തബാധിതരായ സ്ത്രീകൾക്ക് തൊഴിലവസരം എന്ന മൈക്രോ പ്ലാനിന്റെ ഭാഗമായി കൊടുത്ത കാര്യങ്ങൾ, ഇങ്ങനെ എണ്ണി പറയാവുന്ന കാര്യങ്ങൾ ഈ CMDRFുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളാണ്. ഏറ്റവും ഒടുവിൽ ലോകോത്തര നിലവാരമുള്ള ടൗൺഷിപ്പ് നിർമ്മാണത്തിലേക്ക് കടക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതിനെ കുറിച്ച് ഞങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതികളെ കുറിച്ച് പറയാനുണ്ട്. എന്താണ് കോൺഗ്രസ് പിരിച്ച പണം കൊണ്ട് 1 രൂപയുടെ സഹായം, ഒരു തരി ഭൂമി വാങ്ങാൻ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? എന്നിട്ടിപ്പോ എല്ലാം ഒന്നും ചെയ്യാതെ വന്നിട്ട് അവസാനം ഇതെല്ലാം ഞങ്ങൾ 300 വീട് ഞങ്ങളുടേതായി നൽകി കിട്ടുന്നുണ്ട് എന്ന രൂപത്തിൽ ബാലിശമായ രൂപത്തിലേക്ക് പറയുമ്പോൾ ദുരന്തബാധിതരെയാണ് നിങ്ങൾ വഞ്ചിക്കുന്നത് എന്ന് നിങ്ങൾ മറന്നു പോകാൻ വേണ്ടി പാടില്ല. ശരി, ഓക്കെ. പ്രൊഫസർ റോണി കെ ബേബി, ഇത് അവസാന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഒരു സ്ഥിരം പരിപാടിയാണിത്, ഇത്തരത്തിൽ ദുരന്തം നേരിട്ട മനുഷ്യരെ പറ്റിക്കുന്നത് എന്നത് പറയേണ്ടി വരുന്നു എന്നുള്ളത് ഖേദകരമാണ്. ഇതാ ഇവിടെ ആവർത്തിച്ച് റഫീഖ് ഉൾപ്പെടെ പുനർജനിയുടെ കാര്യം പറഞ്ഞു. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടും ഇന്നിപ്പോൾ വയനാട്ടിൽ കാണുന്ന സമാനമായ അവസ്ഥയാണ് ഉണ്ടായതെന്ന് പറയേണ്ടി വരികയാണ്. ഞാൻ അതിന്റെ കേസിലേക്കോ അല്ലെങ്കിൽ അതിന്റെ സാങ്കേതികതയിലേക്കോ പോകുന്നില്ല, കാരണം അത് കേസിൽ നിൽക്കുന്ന സംഗതിയാണല്ലോ. പിരിച്ച പണവുമായി ബന്ധപ്പെട്ട് പുനർജനിയിൽ പറവൂരിൽ ആർക്കൊക്കെ വീട് വെച്ച് നൽകി, എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് ഇന്നും അന്വേഷിക്കാൻ ഞങ്ങളുടെ ഒരു പ്രതിനിധി KM ഉമേഷ് അവിടേക്ക് പോയിരുന്നു. ഞാൻ അതിലൊരു ചെറിയ ഭാഗം അങ്ങയുടെ ശ്രദ്ധയിലൊന്ന് പെടുത്താം. പുനർജനി പദ്ധതിയുടെ ഭാഗമായി ഭൂരഹിതരും ഭവനരഹിതരുമായ 12 കുടുംബങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി പുത്തൻവേലിക്കയിൽ ഒരു ഭവന സമുച്ചയമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിഭാവനം ചെയ്തത്. ആ പദ്ധതിയുടെ പുരോഗതി എന്താണ് നമുക്ക് പരിശോധിക്കാം. തറക്കല്ലിട്ടിടത്ത് പുല്ല് തഴച്ചു വളർന്നിരിക്കുന്നു. 6 വർഷം കൊണ്ടുണ്ടായ പുരോഗതി ഇതാണ്. പദ്ധതി തട്ടിപ്പാണെന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണമെന്ന് നാട്ടുകാർ. പ്രൊഫസർ റോണി കെ ബേബി, ചോറ് വെന്തോ എന്നറിയാൻ മുഴുവൻ അരിയും ഞെക്കി നോക്കേണ്ടതില്ലല്ലോ, അത്രമാത്രം കേട്ടാൽ മതി ആ വിഷയത്തിൽ എന്താണ് നടന്നതെന്നറിയാൻ. ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് പറയുന്നത് പോലെ 6 വർഷം കൊണ്ടുണ്ടായ മാറ്റം കല്ലിട്ടടുത്ത് നിറയെ പുല്ലുകൾ വളർന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. ഈ നാട്ടുകാർ തന്നെയാണല്ലോ കഴിഞ്ഞ 22,000 വോട്ടിന് ഭൂരിപക്ഷത്തില് VD സതീശനെ വിജയിപ്പിച്ചത്. അവിടെ നിൽക്കട്ടെ. കൃത്യമായി തന്നെ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള വിജിലൻസ്, പിണറായി വിജയന്റെ പോലീസ് വിജിലൻസ് നൽകിയ റിപ്പോർട്ട്, അതിനകത്ത് കൃത്യമായി പറയാം, ഡേറ്റ് സൈസ് ഞാൻ പറയാം. അതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുക, പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശ്രീ VD സതീശൻ MLA അക്കൗണ്ടിലേക്ക് പണം വന്നതായി കണ്ടെത്തിയിട്ടില്ല. അടുത്തത്, പുനർജനി ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ള മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയാണ്. VD സതീശൻ ഫണ്ട് കൈകാര്യം ചെയ്തതായി അറിവായിട്ടില്ല. അടുത്തത്, അഴിമതി നിരോധന നിയമം സെക്ഷൻ 7(7)(a) എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ശ്രീ VD സതീശൻ ചെയ്തതായി എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ വിഷയത്തിൽ ഇടപെടാൻ കാരണം, കഴിഞ്ഞ ദിവസം ഈ വിഷയം വളരെ സമഗ്രമായി തന്നെ പുനർജനി മാത്രമായി ഒരു ചർച്ചയ്ക്ക് എടുത്തിരുന്നു. കോൺഗ്രസിന്റെ പ്രതിനിധി അന്ന് ഉണ്ടായിരുന്നു, അദ്ദേഹവും ഈ വാദം ഉയർത്തി കാണിച്ചു. പക്ഷേ VD സതീശന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല, അത് യാഥാർത്ഥ്യമാണല്ലോ, അത് മണപ്പാട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ നമ്മൾ ആ വിഷയത്തിലേക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, അന്വേഷണവുമായി ബന്ധപ്പെട്ട സാങ്കേതികത അവിടെ നിൽക്കട്ടെ. താങ്കൾ പറഞ്ഞതുപോലെ പറവൂരിൽ വീണ്ടും VD സതീശനെ ജനങ്ങൾ ജയിപ്പിച്ചു, അതും വസ്തുതയാണ്. പക്ഷെ നമ്മളിപ്പോൾ കൺമുന്നിൽ കാണുന്നത് യാഥാർത്ഥ്യമാണ്. വയനാട്ടിൽ മാത്രമല്ല പറവൂരിലും ഇട്ട കല്ല് അതുപോലെ കിടക്കുന്നു. ആ ജനങ്ങളോട് മറുപടി പറയണ്ടേ? അതാണ് എന്റെ ചോദ്യം. ഞാൻ കൃത്യമായിട്ട് പറയാം, അവിടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ചെയ്യാൻ പറ്റാവുന്നതിന്റെ മാക്സിമം, ഞാൻ പറഞ്ഞില്ല, ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അവിടെ അതിന്റെ എന്താണ് വിഷയം നമുക്ക് പഠിക്കണം. അതിനകത്ത് എന്തെങ്കിലും നിയമപരമായ തടസ്സങ്ങളുണ്ടോ, അല്ലെ ഭൂമിയുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് കൃത്യമായി നമുക്ക് അന്വേഷിക്കണം. അല്ലെ പെട്ടെന്ന് അവിടെ പിന്നെ കല്ലിട്ടത് ഇപ്പോൾ അതുപോലെ കിടക്കുന്നു, അത് അദ്ദേഹം അല്ല നമുക്ക് ഞാൻ ചോദിക്കട്ടെ,
ഒരു ഭൂമിയുടെ നിയമപരമായ പ്രശ്നമുള്ളിടത്ത് അത് പണിയാൻ കഴിയില്ല, അല്ലെങ്കിൽ കോടതിയിൽ കേസുണ്ട്, നമുക്കറിയില്ല, നമുക്ക് അന്വേഷിക്കാം. ഇപ്പൊ ഉയർന്ന ആരോപണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായി നമുക്ക് അന്വേഷിക്കാം. ഇപ്പോൾ കൈരളി ടിവിയിൽ വന്നത് ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള മറുപടി അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന, ഒരു മനുഷ്യന് ചെയ്യാവുന്ന, ഒരു ജനപ്രതിനിധിക്ക് ചെയ്യാവുന്ന അങ്ങേയറ്റം ആ പ്രോജക്റ്റ് വഴി അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന മുഴുവൻ ആരോപണങ്ങളും അത് FCRI ആക്ടുമായി അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടുമായി ബന്ധപ്പെട്ട് എല്ലാം ED അന്വേഷണം നടന്നു. 4 തവണ വിജിലൻസ് അന്വേഷിച്ചു, എന്നിട്ട് പോലും ഒരു തെളിവില്ല എന്ന് കണ്ടെത്തിയ ഒരു കേസ് വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുത്തിപ്പൊക്കി VD സതീശൻ അത് പിന്നെ ഫണ്ട് കൈയിട്ട് വാരി അല്ല അഴിമതി കാണിച്ചു എന്നൊക്കെ പറയുന്നത്. നമ്മൾ മറ്റു കാര്യങ്ങൾ പറ, ഈ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറ. അല്ലെങ്കിൽ ഈ പിന്നെ കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷം പിണറായി വിജയൻ സർക്കാർ എന്ത് വികസനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ചോദിക്കേ. അല്ലാതെ പിന്നെ ഒരു തരത്തിലുള്ള തെളിവില്ലാതെ വെറും വ്യാജ ബോംബുകൾ മാത്രം, വ്യാജ ആരോപണങ്ങൾ മാത്രം, ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാനായിട്ട് കഴിയില്ല. നിങ്ങൾ ഇപ്പോഴും ജനങ്ങളെ പറ്റിക്കേണ്ടതില്ല എന്നതുകൊണ്ടാണ് അതിന്റെ യാഥാർത്ഥ്യം അങ്ങയുടെ മുന്നിൽ കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ഇനി ആ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് പൊതുമധ്യത്തിലുള്ളതാണ്. സമയപരിമിതി കൊണ്ട് മാത്രം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പ്രതിപക്ഷ നേതാവിനെ അതിൽ വെള്ള ഉഷാറായിട്ടുണ്ടോ എന്നുള്ളത് താങ്കൾ സ്വയം ചോദിക്കുക. ഞാൻ അടുത്ത ആളിലേക്ക് പൊക്കോട്ടെ, ഇനി മടങ്ങി വരാൻ സമയം ഉണ്ടാകില്ല, അവസാന മിനിറ്റ് ആണ്. പ്രൊഫസർ ബേബി, കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞത്, എനിക്കിത് കൃത്യമായിട്ട് ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ഇങ്ങനെ ചില പുകമറ സൃഷ്ടിച്ചുകൊണ്ടല്ല ജനങ്ങളുടെ മുമ്പിലേക്ക് പിന്നെ വരേണ്ടത്. ഒരു വർഷമായി ഈ വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിട്ട് ഈ ഒരു വർഷം ഈ സർക്കാർ എവിടെയായിരുന്നു? ഇല്ല, ഇതിനെക്കുറിച്ച് CBI അന്വേഷണം നടത്തി. CBI അല്ല, ഇന്റർപോൾ ഏത് അന്വേഷണം നടത്തിയോ ഞങ്ങൾ തയ്യാറാണ്. VD സതീശൻ മറുപടി പറഞ്ഞതിന് ശേഷം ഒന്നും മിണ്ടാനില്ലല്ലോ. ഏത് അന്വേഷണത്തിനും നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അതോടൊപ്പം തന്നെ ആരോപണത്തിന് മുന്നിൽ ഒടിഞ്ഞു. ഇനി പുനർജനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ജനങ്ങള് തന്നെ പുച്ഛിച്ച് തള്ളുന്ന. കെ റഫീഖ്, പരവൂരിൽ നമ്മൾ പോയി ലൈവായി കാണുന്ന ആ സംഗതി അത് വിമർശിക്കാൻ പാടില്ലാത്തതാണ്. VD സതീശൻ എന്ന മനുഷ്യൻ അദ്ദേഹത്തിനെ കൊണ്ടാവുന്നതൊക്കെ ചെയ്തതാണ് ആ കല്ല് കാട് മൂടിക്കിടക്കാൻ ഇപ്പോഴും കാരണം. 1. 2, ആ മനുഷ്യൻ പറവൂരിന് മാത്രമല്ല വയനാടിന് വേണ്ടി ആവുന്നതൊക്കെ ചെയ്തതാണ്. 400 വീടിൽ 300 എണ്ണവും. കെ റഫീഖ്, അല്ല, അദ്ദേഹം ആവുന്നതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വയനാട്ടുകാരായ നമുക്കിന്ന് മനസ്സിലായല്ലോ. അതായത് 30 സെക്കൻഡ് കൊണ്ട് 300 വീടാണല്ലോ അദ്ദേഹം വായുവിൽ നിർമ്മിച്ചത്. അതുകൊണ്ട് ഇങ്ങനെയാണല്ലോ അദ്ദേഹത്തിനെ ചെയ്യൽ, അത് നമുക്കറിയാം. പിന്നെ ഇവിടെ ഇതിന്റെ കേസിന്റെ മറ്റു കാര്യത്തിലേക്ക് കടക്കാത്തതുകൊണ്ടാണ്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണല്ലോ, അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ മണപ്പാട്ട് ഫിനാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, അദ്ദേഹത്തിന് UK പോയതും തിരിച്ചു വന്ന് ടിക്കറ്റ് എടുത്തതൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പം ഇതെല്ലാം ജനങ്ങൾക്ക് മുമ്പിലുണ്ട്. ഇത് ആളുകളെ വഞ്ചിക്കുന്ന നിലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക. ഇപ്പോൾ അവിടെ നിങ്ങൾ കാണിച്ചല്ലോ, ഇപ്പം തന്നെ തറക്കല്ലിൽ മാത്രം ഒതുങ്ങിക്കിടക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കാണിച്ചു. ഇവിടെ കോൺഗ്രസ് വയനാട്ടിലാണെങ്കിൽ തറക്കല്ല് പോലും ഇടാനുള്ള സ്ഥലവും കണ്ടെത്തിയിട്ടില്ല. ഇതാണ് ഇവരുടെ ഒരു നിലപാട്. ഇത് ആളുകളെ, പ്രത്യേകിച്ച് ദുരിതം അനുഭവിക്കുന്നവരെ പോലും പറഞ്ഞ് ഇങ്ങനെ പറ്റിച്ച് ഇങ്ങനെ പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിന് മാത്രമാണ്. എന്നിട്ട് നിങ്ങൾ നേരത്തെ പിന്നെ നമ്മുടെ മാധ്യമപ്രവർത്തകൻ കൂടിയായിട്ടുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇത്ര വലിയൊരു ദുരന്തബാധിതമായി ബന്ധപ്പെട്ട വിഷയം ഇങ്ങനെയൊരു കാര്യം പറഞ്ഞിട്ട് പോലും മറ്റു പല മാധ്യമങ്ങളും ഇത് ചർച്ച ചെയ്യുന്നില്ലല്ലോ. അതാണ് പ്രധാനം. അവിടെ അതിന് കാരണം അവർക്ക് കിട്ടുന്ന പ്രിവിലേജാണ്. വലതുപക്ഷ മാധ്യമങ്ങൾ ഉൾപ്പെടെ വിലക്കെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്തും പറയാം, ഏത് കളവും പറയാം, ഏത് വർഗീയതയും പറയാം, ആരുമായും ചേരാം എന്ന നിലയാണല്ലോ സ്വീകരിക്കുന്നത്. ഇവിടെ ഇന്നലെ ഉണ്ടായ ഒരു സംഭവമാണ് വയനാടിനെ സംബന്ധിച്ച്. കഴിഞ്ഞ ദിവസമാണല്ലോ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാവരും ഇവിടെ വന്ന് വലിയ രൂപത്തിൽ നേതൃത്വ ക്യാമ്പ് നടത്തിയത്. അവരെ നടത്തിയത് എവിടെയാണ്? ദുരന്തബാധിതരുടെ പണം പിരിച്ച് അതിനെക്കുറിച്ച് അഡ്രസ് ഇല്ലാത്ത സമയത്ത് അതേ വയനാട്ടിൽ വന്ന് അവർ നടത്തിയത്. വല്ലാത്തൊരു മനുഷ്യർ തന്നെയാണ് അവർ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വയനാട്ടിൽ സംഭവിച്ച കാര്യം, BJPയും കോൺഗ്രസും ചേർന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു മത്സരിച്ചതിന്റെ പുൽപ്പള്ളിയിൽ നിന്ന് ചിത്രം വരികയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പല ധാരണകളും അതുപോലെ മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ടും ഒക്കെ ഇവർ ഇത്തരം പ്രചാരവേല നടത്തുക. ഇതെല്ലാം ഈ പറയുന്ന യഥാർത്ഥ വിഷയങ്ങൾ, അതായത് പണം സമ്പാദിച്ച് അല്ലെങ്കിൽ ദുരന്തബാധിതർ പിരിച്ച പണം, പുനർജനിയുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പ്, ഇതൊന്നും ചർച്ച ചെയ്യപ്പെടാതിരിക്കുക എന്ന നിലയാണല്ലോ അവർ സ്വീകരിക്കുന്നത്. പക്ഷെ ജനങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. ജനങ്ങൾ ഇതെല്ലാം വളരെ കൃത്യമായി കാണുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ദുരന്ത മേഖലയിൽ കഴിഞ്ഞ തവണ, അതായത് നമ്മുടെ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ശരി റഫീഖ്. ഓക്കെ ഞാൻ ഇടപെടുന്നു റഫീഖ്, സമയപരിമിതി ഉണ്ട്. ലാൽ പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ. റഫീഖിന് കേൾക്കാൻ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ലാൽ, അല്ല, ഇവിടെ VD സതീശനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒറ്റ കാര്യം പറയാനുള്ളൂ, പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. അല്ല, ഈ VD സതീശന് ഏതെങ്കിലും രീതിയിൽ കള്ളത്തരം ചെയ്തു എന്നൊരു വാദം ഞാൻ വെക്കുന്നില്ല. പക്ഷേ
ഈ പറയുന്ന ആരെങ്കിലും ഒരാൾ കള്ളത്തരം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ആരെങ്കിലും പൈസ അയക്കുമോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാത്തത്. ഞാനൊരു കള്ളത്തരം ചെയ്യുകയാണ്, ആ കള്ളത്തരത്തിന് എൻ്റെ അക്കൗണ്ടിലോട്ട് തന്നെ ഇട്ടേക്കാൻ ആരെങ്കിലും പറയുമോ? ചെയ്യുകയാണെങ്കിൽ വല്ലവരുടെ അക്കൗണ്ടിലല്ലേ ചെയ്യത്തുള്ളത്. അതല്ലേ എൻ്റെ കോമൺ സെൻസ്. 2, ഈ പറയുന്ന ഏത് ഏജൻസി വേണേൽ അന്വേഷിച്ചോട്ടെ, ഇന്റർപോളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏത് ഏജൻസി വേണേൽ അന്വേഷിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെടുകയാണെങ്കിൽ അതെങ്ങനെ പിന്നെ രാഷ്ട്രീയ പ്രേരിതമാകുന്നത്? രണ്ടും കൂടെ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഏത് ഏജൻസി അന്വേഷിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കൈ വളരെ ശുദ്ധമാണ്. ശരി, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് വിടുകയാണെങ്കിൽ അതങ്ങനെ രാഷ്ട്രീയ പ്രേരിതമാകുന്നത്? നിങ്ങൾക്ക് അന്വേഷണത്തെ നേരിട്ടപ്പോരെ. അപ്പം ഇതെല്ലാം കൂടെ നടക്കത്തില്ല എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ശരി. ഓക്കെ. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്ന കെ റഫീഖ്, പ്രൊഫസർ റോണിക്ക് ബേബി, അഡ്വക്കേറ്റ് L. ലാൽകുമാർ. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു.